നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. അങ്ങനെ ഒക്ടോബർ മന്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒക്ടോബർ മന്ത് നമ്മൾ പിങ്ക് മന്ത് ആയിട്ടാണ് ആചരിക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. സോ ആ വേർഡിന് ഉചിതമായിട്ടുള്ള ഒരു വ്യക്തിനെയാണ് ഇന്ന് കെന്ന ഷോയിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. വെൽ നോൺ പ്രൊമിനന്റ് ഡോക്ടറാണ് ഡോക്ടർ ജോജോ വി ജോസഫ്, സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓൺകോളജി, കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമസ്കാരം ഡോക്ടർ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പൊ ഞാൻ തുടക്കത്തിൽ ഇൻട്രോ പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ മന്ത് എന്ന് പറയുന്നത് ഒരു ക്യാൻസർ അവയർനെസ് അല്ലെ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പിങ്ക് ആയിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്, ഈ ഒരു മന്ത് അല്ലേ? പിങ്ക് മന്ത് എന്നാണ്. എന്തുകൊണ്ടാണ് പിങ്ക് ആയിട്ട്? ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നോണ്ടാണോ? അല്ല, സ്ത്രീകളിലാണ് കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്. ഒരു ഫെമിനീൻ കളറാണല്ലോ പിങ്ക്. അതായത് ഒരു ഹോപ്പ് അല്ലെങ്കിൽ കമ്പാഷൻ, അങ്ങനെയൊക്കെയുള്ള ആ ക്വാളിറ്റി കൊടുക്കുന്ന ഒരു കളറാണ് പിങ്ക്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആ കളർ വെച്ച് നമ്മൾ ഇതുപോലെ ഒരു ഡ്രഡഡ് ഡിസീസിനെ കീഴടക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഈ പിങ്ക് കളർ ഇതിന് ഈ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് കൂട്ടി വെച്ചിരിക്കുന്നത്. പിങ്ക് റിബൺ ആണ് ആക്ച്വലി. പിങ്ക് കളറും ഉണ്ട്. അപ്പൊ നമ്മൾ ആ പിങ്ക് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരോട് പിങ്ക് റിബൺ ധരിച്ചുകൊണ്ട് നമുക്ക് അവരുമായിട്ട് ഒരു സപ്പോർട്ട് പ്രഖ്യാപിക്കുക. അത് കൂടാതെ തന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള അവയർനെസ്, കാരണം ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്ക് തന്നെത്താൻ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. നേരത്തെ കണ്ടുപിടിച്ചാൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മറ്റേത് അസുഖം പോലെ ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും. അപ്പൊ ആ മെസ്സേജ് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ഈ പിങ്ക് കളറും പിങ്ക് റിബണും ഈ പിങ്ക് മന്തിന്റെ ഒക്കെ ഉദ്ദേശം. ഓട്ടോമാറ്റിക് നമ്മൾ ക്യാൻസർ എന്ന വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഭയമാണ് അല്ലെ? അപ്പം അതൊന്ന് കുറയ്ക്കാനും കൂടിയാണ് നമുക്കൊരു പിങ്ക് ആയിട്ട്. അതുകൊണ്ടാണ് ആ പിങ്ക് കളർ വെച്ച് ഡ്രഡഡ് ഡിസീസിനെ നമ്മൾ കീഴടക്കുന്നു എന്നുള്ള സൂചന. അതായത് ആ ഫെമിനിറ്റി, ആ കമ്പാഷൻ, അതൊക്കെ വെച്ച് നമ്മൾ ഇതിനെ കീഴടക്കുന്നു എന്ന് ഒരു മെസ്സേജ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് എന്ത് അസുഖം വന്നാലും, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ കയ്യിലായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിന്റെ കൺക്ലൂഷൻ ലാസ്റ്റ് ക്യാൻസർ എന്നാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അഡ്വാൻസ് അല്ലെങ്കിൽ എന്ത് ചോദിച്ചാലും നമുക്ക് റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയാണ്. ഓക്കെ, ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് ഒരു ആശ്രയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ChatGPT ഒക്കെ വന്നു, ഗൂഗിളാണ്. അപ്പൊ ഗൂഗിളിന്റെ പ്രശ്നം അതാണ്. കാരണം വെച്ചാൽ അവർ ഈ അതിന്റെ അകത്ത് അതിന്റെ റിയൽ എന്താ പറയാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നാലും പല പല സിംറ്റംസും തമ്മിൽ കോറിലേറ്റ് ചെയ്ത് എന്താണ് അതിന്റെ റിയൽ സീനറിയോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു ഡോക്ടർ അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ വിചാരിച്ചാൽ മാത്രമേ കറക്റ്റ് ഡയഗ്നോസിസ് കിട്ടുള്ളൂ. പ്രോബബിലിറ്റീസ് പറയും. അപ്പൊ ചിലപ്പോൾ ആദ്യം ക്യാൻസർ ആയിരിക്കും വരിക, പക്ഷെ അതിന്റെ ആ ഒരു പറഞ്ഞ പർട്ടിക്കുലർ സിംറ്റം ക്യാൻസർ ആകാനുള്ള സാധ്യത ചിലപ്പം 0.5% കാണുള്ളൂ. പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ ഇത് കാണുമ്പോൾ പേടിച്ചു പോകും. ഇത് തന്നെയാണ് എന്റെ അസുഖം എന്ന് വിചാരിക്കും. അനാവശ്യമായ ടെൻഷൻ അടിക്കും. അതുകൊണ്ട് ഗൂഗിൾ ഹെൽപ്ഫുൾ ആണ്. ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഗൂഗിൾ വളരെ ഹെൽപ്ഫുൾ ആണ്. പല കാര്യങ്ങളും നമുക്ക് കിട്ടും. പക്ഷേ മെഡിക്കൽ ഡയഗ്നോസിസിനോ അല്ലെങ്കിൽ എന്താ പറയുക ചികിത്സയ്ക്കോ വേണ്ടി അതിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം ആ കറക്റ്റായിട്ട് ഇത് ഡയഗ്നോസിൽ എത്താനും അല്ലെങ്കിൽ അതിന് ചികിത്സ കൃത്യമായിട്ട് പറയണമെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇത് വേണം. അല്ലാതെ ഗൂഗിൾ നല്ലതല്ല എന്നല്ല പറയുന്നത്, വളരെ നല്ലതാണ്. ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ഇത്രയും നല്ല വേറൊരു മാർഗം ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലായിരുന്നു. അത് ശരിയാണ്. സാറിന്റെ ഈ ജേർണി തന്നെ ഒരു 10,000+ സർജറി ഇപ്പൊ സാറ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പം ഒരുപാട് അനുഭവങ്ങളല്ല അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് കണ്ടേക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നമുക്ക് ഒരു അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പൊ ക്യാൻസർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വലിയ സംഭവം കേൾക്കുമ്പോൾ നമുക്ക് അന്നത്തെ ഒരു ദിവസം ഭയങ്കര സങ്കടമായിരിക്കും. അപ്പൊ സാറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ കൊണ്ടായിരിക്കും എല്ലാവരും സാറിനെ അപ്രോച്ച് ചെയ്യുന്നത്? ഒരുപാട് സർജറീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡെയിലി ലൈഫിൽ എപ്പോഴും ഇത് തന്നെയാണല്ലോ സാറ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ സാറിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? സാറും ഒരു മനുഷ്യനാണ്, സങ്കടങ്ങൾ വരും. സങ്കടങ്ങൾ വരും. നമുക്ക് ഇപ്പം നമ്മളിപ്പോ അത് ശരിയാണ്. നമ്മളൊരു പ്യുവർ ഹ്യൂമൻ ബീങ് ആണ്. നമ്മളൊരു മനുഷ്യൻ നമ്മൾ മുമ്പിൽ വന്ന് കഴിയുമ്പോൾ നമുക്കിപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് യങ് ഏജിലുള്ളവരോ അല്ലെങ്കിൽ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവരൊക്കെ ചിലപ്പം അപ്രതീക്ഷിതമായിട്ടൊക്കെ വരും. അപ്പം നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. ബട്ട് നമ്മളൊരു പ്രൊഫഷണലും കൂടെയാണ്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കും. അതിന് നമ്മൾ ആ ഫീലിങ്സ് നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മളതിനെ പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഒരു വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. നമുക്കും ഒരു പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ അതിനേക്കാൾ ഉപരി
അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാം എന്നുള്ള ചിന്ത വരുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടങ്ങ് മാറും. കാരണം നമ്മൾ അവിടെ ഇരിക്കുന്നത് അവർക്ക് വേറൊരിടത്തുനിന്ന് ഒരു ഇതിനെ സഹായിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെ കൊണ്ടാണ് പുള്ളിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുക. അപ്പൊ ആ ഒരു വിചാരം വരുമ്പോൾ നമുക്ക് ഈ വക കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ രണ്ടാമത് നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ്. സത്യം. ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളത്, നമുക്ക് ഈ അമ്മച്ചിമാരല്ലെങ്കിൽ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, അഡ്വക്കേറ്റ്സിനോടും ഡോക്ടേഴ്സിനോടും കള്ളം പറയാൻ പാടില്ല എന്ന്. അവരോട് എപ്പോഴും നമ്മൾ സത്യസന്ധമായിട്ട് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയണം. ചിലവര് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരൊക്കെ ഇത് ഒത്തിരി പൈസയാവോ, ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ട വരുമല്ലോ. ഇപ്പൊ അതിന്റെ റേറ്റ് അനുസരിച്ച് ചിലവർ മുന്നോട്ടേക്ക് നിൽക്കാം, ചിലവരൊന്നും അതൊന്നും വേണ്ട, സെൽഫ് ജഡ്ജ്മെന്റ്, എനിക്ക് അതൊന്നും ഇല്ല, ഇങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേരെ സാറ് കണ്ടിട്ടുണ്ടോ? അതാണ് ഒരു ബേസിക് പ്രോബ്ലം. ആ പേടി മാറ്റാനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ബ്രസ്റ്റ് ക്യാൻസർ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ആശുപത്രിയിൽ പോയി വലിയ ഡോക്ടറെ കാണാതെ തന്നെ നമുക്കിത് സസ്പീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ ചെറിയ ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് ഇതിനെ ഡയഗ്നോസ് ചെയ്യാനും പറ്റും. ചികിത്സയുടെ ആസ്പെക്റ്റിലേക്ക് വരുമ്പം അതിനകത്ത് എക്സ്പെൻസസ് ഉണ്ടാവും. അതിന്റെ മരുന്ന് വരും, സർജറി വരും, റേഡിയേഷൻ വരും, അതുണ്ട്. അത് വേറൊരു ആസ്പെക്റ്റ് ആണ്. പക്ഷെ എങ്കിൽ തന്നെയും ഈ ഇതിനെ ഭയത്തോടുകൂടി കാണാതെ എനിക്കിതുണ്ടോ എന്നൊക്കെ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സ്പെൻസസ് ഒക്കെ വളരെ ചെറിയ രീതിയിൽ ആക്കിക്കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അസുഖം കൂടുമ്പോഴാണ് ഈ ചികിത്സകളുടെ എണ്ണം കൂടുന്നതും പിന്നെ മരുന്നുകളുടെ എണ്ണം കൂടുന്നതും. അപ്പോഴാണ് നമുക്ക് എക്സ്പെൻസീവ് ആവുന്നത്. ഏർലി സ്റ്റേജ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ, ഇപ്പൊ ഏറ്റവും ഏർലി സ്റ്റേജ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഒരു ചെറിയ സർജറിയും 2-3 ഗുളിക കൊണ്ട് തീരുന്നതാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്റ്റേജ് കൂടുമ്പോഴത്തേക്കാണ് ഈ കീമോതെറാപ്പി തുടങ്ങിയ സംഭവങ്ങൾ, റേഡിയേഷൻ എല്ലാം എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേജ് കണ്ടുപിടിക്കുക, ഏറ്റവും പ്രിലിമിനറി ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്റെ. ഈ ബ്രസ്റ്റ് ക്യാൻസർ, എനിക്കുള്ള ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 in 8 വുമൻസിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നാണ് പഠനങ്ങളെല്ലാം തെളിയിച്ചിരിക്കുന്നത്. ഇപ്പൊ അത് 300-ലധികം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ എനിക്കറിയാൻ സാധിച്ചാണ്. അപ്പൊ ഇത് സ്ത്രീകളിൽ മാത്രമാണോ കാണുള്ളൂ, അതോ പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവുമോ? നമ്മുടെ 1 in 8 എന്ന് പറഞ്ഞത് ശരിക്കും ഒരു വെസ്റ്റേൺ കണക്കാണ്. പക്ഷെ ഇന്ത്യയിൽ, കേരളത്തിൽ നമ്മൾ ഏതാണ്ട് ആ 1 in 8 എന്നുള്ള രീതിയിലേക്ക് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. അതാണ് വാസ്തവം. പിന്നെ സ്തനാർബുദം പുരുഷന്മാരിലും ഉണ്ടാവാറുണ്ട്, സ്ത്രീകളിൽ മാത്രമല്ല. പക്ഷേ നമുക്കറിയാലോ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ബ്രസ്റ്റ് ടിഷ്യൂ ഉണ്ട്. പുരുഷന്മാരിലെ ബ്രസ്റ്റ് ടിഷ്യൂ ഡെവലപ്പ് ചെയ്തിട്ടില്ല, സ്ത്രീകളുടെ ബ്രസ്റ്റ് ടിഷ്യൂ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ക്യാൻസർ സാധ്യത കൂടുതലാണ്. നമ്മുടെ ഉദ്ദേശം ഒരു മനസ്സിലാക്കാൻ ഒരു കണക്ക് പറയുകയാണെങ്കിൽ, ഒരു 100 ബ്രസ്റ്റ് ക്യാൻസർ ഞാൻ കാണുകയാണെങ്കിൽ അതിലൊരു 2 അല്ലെ 3 പേര് പുരുഷന്മാരാണ്. അതാണ് ഒരു പുരുഷന്മാരിലെ സ്തനാർബുദ സാധ്യത എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പം ഈ പാരമ്പര്യമായിട്ട് ഇപ്പം നമ്മുടെ ഫാമിലി ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ട് വരും എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കേസിലും അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് എത്ര % സാധ്യതയുണ്ട്? ഹെറിഡിറ്ററി എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ മിക്കവാറും ഉള്ള എല്ലാ ക്യാൻസറുകളും നമുക്ക് സ്പൊറാഡിക് എന്ന് പറയാം. സ്പൊറാഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് എപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് ഒരു 95 to 98% അങ്ങനെയാണ്. പിന്നെ ബാക്കി വരുന്ന ഈ 3 to 5% ആണ്. അതാണ് നമ്മൾ ഫെമിലിയൽ അല്ലെങ്കിൽ പാരമ്പര്യമായി നമുക്ക് വരിക എന്ന് പറയുന്നത്. അപ്പൊ അതൊരു നെഗ്ലിജിബിൾ നമ്പർ മാത്രമേ ഉള്ളൂ. അതായത് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്ന ക്യാൻസർ എന്ന് പറയുന്നത്. അത് ചില പ്രത്യേക സിൻഡ്രോംസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് നേരത്തെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാൻ പറ്റും. അവർക്ക് ചില പ്രത്യേകതര അസുഖങ്ങളുള്ളവർ അല്ലെങ്കിൽ അതുപോലെ പ്രശ്നങ്ങളുള്ളവരായിരിക്കും മിക്കവാറും ഉള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു വീട്ടിൽ ഒരു 3 സഹോദരിമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു, അവരുടെ മക്കൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. അതിനുശേഷം വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇതൊരു ഫെമിലിയൽ അല്ലെങ്കിൽ ഇതൊരു പാരമ്പര്യമാണ്. അല്ലാതെ ഒരു ആൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു, ആ അമ്മയുടെ മകൾക്കും ക്യാൻസർ വന്നു വെച്ചാൽ അത് ഫെമിലിയൽ ആവണമെന്നില്ല. ബട്ട് ഒരു പെർസെൻറ്റേജ് ഓഫ് എന്താ പറയുക, ചാൻസസ് കൂടുതലുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ മകൾക്ക് വരാനായിട്ടുള്ളൂ. പക്ഷെ അതൊരിക്കലും ഒരു ഫെമിലിയൽ ഇതല്ല, അതായത് പാരമ്പര്യമായിട്ടില്ല. അത് അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളും അവരുടെ എക്സ്പോഷറും എല്ലാം സെയിം ആയതുകൊണ്ട് സംഭവിക്കുന്നു. ഇപ്പൊ നമ്മൾ ക്യാൻസറിൽ പല സ്റ്റേജുകൾ, സ്റ്റേജ് 1, സ്റ്റേജ് 2, 3, 4 ആണ് ഏറ്റവും സിവിയർ എന്നാണ്. അപ്പൊ ഈ സ്റ്റേജസ് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കേസിലും ഇങ്ങനത്തെ സ്റ്റേജസ് ഉണ്ടോ? എല്ലാ ക്യാൻസറിനും സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് വെച്ചാണ് നമ്മൾ സ്റ്റേജ് എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി രോഗത്തിന്റെ വ്യാപ്തിയാണ്. 1 തൊട്ട് തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 തന്നെയാണ്. സ്റ്റേജ് 0 എന്ന് പറഞ്ഞാൽ അസുഖമില്ല. സ്റ്റേജ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 4 ആണുള്ളത്. ഇതിന്റെ ബേസിക്കലി ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇത് കാണുമ്പോൾ എന്താണ് ഈ അസുഖം എന്ന് അടുത്ത ആൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു ചികിത്സ നിശ്ചയിക്കാനായിട്ട് പറയുന്ന ഒരു കണക്കാണ് ഈ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ എത്ര ഭാഗത്ത് വ്യാപിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ ബ്രസ്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ ചെറിയ മുഴ 2 സെന്റിമീറ്റർ താഴെയുള്ള
ഒരു മുഴയാണ്, ഓക്കെ. മറ്റു ഭാഗത്തേക്കൊന്നും പോയിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ സ്റ്റേജ് 1 എന്ന് പറയാം. ഓ, ഓക്കെ. അത് 2 സെന്റിമീറ്റർ കൂടുതലായി നമുക്കറിയാം എവിടെ ക്യാൻസർ ഇറങ്ങിയാലും അതിന്റെ തൊട്ടടുത്തുള്ള കഴകളിലേക്ക് പോകും. ഇപ്പം ആ സ്റ്റേജ് 2 എന്ന് പറയുമ്പോഴത്തേക്കും അത് ആ 2 സെന്റിമീറ്റർ കൂടുതൽ മുഴയുണ്ട്, അല്ലെങ്കിൽ കഷത്തിലെ ചെറിയ ലിംഫ് നോഡുകളിലേക്കുള്ള മെറ്റാസ്റ്റേസിനുള്ള എവിഡൻസ് ഉണ്ട്, ചെറിയ മൈക്രോ മെറ്റാസ്റ്റേസ്. അങ്ങനെയാണ് അതിന്റെ ഗണം. 3 ആകുമ്പോഴത്തേക്കും ട്യൂമർ സൈസ് ഒരു വലിപ്പം കൂടി, കഷത്തിലെ ലിംഫ് നോഡുകളുടെ വലിപ്പം കൂടി, എണ്ണം കൂടി. സ്റ്റേജ് 4 ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ബ്രസ്റ്റും ലിംഫ് നോഡും അല്ലാതെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. സ്റ്റേജ് 4 ഇപ്പൊ തൽക്കാലത്തെ നമ്മുടെ ഇതനുസരിച്ച് ക്യൂറബിൾ അല്ല. അതുപോലെ തന്നെ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ ഒരു 98% ക്യൂറബിൾ ആണ്. അപ്പൊ ഇതാണ് നമുക്ക് ഒരു സ്റ്റേജ് പറയുമ്പോൾ നമുക്ക് കേൾക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ ഡോക്ടർക്കോ ആളുടെ അസുഖത്തിന്റെ ഗ്രാവിറ്റി അറിയാം, അവരുടെ ക്യൂർ റേറ്റും ഏകദേശം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഈ സ്റ്റേജ് 1 എത്തി നിൽക്കുന്ന ഒരു പേഷ്യന്റിന് അപ്പം ആൾക്കും ഇങ്ങനെ സർജറി, ഹീമോ ഒക്കെ ചെയ്യണോ, അതോ മെഡിസിൻ കൊടുത്ത് മാറുന്നേ ഉള്ളൂ? അത് പല ഫാക്ടേഴ്സ് അനുസരിച്ചാണ് അതിനെ നിശ്ചയിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഏർലി സ്റ്റേജ് ആണെങ്കിലും ഈ ട്യൂമർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. നമ്മൾക്ക് അതിന് നമ്മളൊരു കുറെ പഠനങ്ങൾ നടത്തി. ഈ ട്യൂമർ ബയോപ്സി അറിയാലോ, ബയോപ്സി എടുത്ത ടിഷ്യൂവിൽ നിന്ന് അത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അറിയാൻ പറ്റും. അത് നമ്മൾ പ്രോലിഫറേഷൻ ഇൻഡെക്സ് എന്ന് പറയും, അതറിയാൻ പറ്റും. പിന്നെ ഈ നമ്മുടെ സ്ത്രീ ഹോർമോൺസ് ആയ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോണിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ടോന്ന് അറിയാം. പിന്നെ നമ്മളൊരു എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞൊരു HER2 എന്ന് പറഞ്ഞൊരു റിസപ്റ്റർ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇത് ഈ രോഗം എത്ര ഫാസ്റ്റ് ആയിട്ടുണ്ട്, സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് എങ്ങനെയുണ്ട്. അപ്പൊ അത് വെച്ചും പിന്നെ ഈ ട്യൂമറിന്റെ സൈസും ലിംഫ് നോഡിന്റെ ഇൻവോൾവ്മെന്റും വെച്ചിട്ടാണ് നമ്മൾ ഒരു ചികിത്സ വേണോ, 2 ചികിത്സ വേണോ, 3 ചികിത്സ, അതായത് കോമ്പിനേഷൻ വേണോ, ഒരെണ്ണം മതി എന്ന് നിശ്ചയിക്കും. ഇപ്പം സ്റ്റേജ് 4 അല്ലെങ്കിൽ 3ലേക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പോയാലും വീണ്ടും വരുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ക്യാൻസർ വൺസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പോവത്തില്ല എന്നൊരു ധാരണ നമ്മുടെ എല്ലാവരുടെ ഇടയിലുണ്ട്. അത് സത്യമാണോ? അല്ല, അതിനാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ സ്റ്റേജ് 1 നമ്മൾ ഞാൻ പറഞ്ഞില്ല 98. സ്റ്റേജ് 3 ക്യൂർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 50 to 60% നമുക്ക് ക്യൂർ റേറ്റ് പറയാൻ പറ്റും. അപ്പൊ ബാക്കി വരുന്ന ആ 50% ഓവർ എ പീരീഡ് ഓഫ് ടൈം റിക്കറൻസ് വരും. അപ്പൊ നമ്മുടെ ഈ ടോക്ക് ഷോയുടെ ആണെങ്കിലും നമ്മുടെ ഈ പിങ്ക് മന്തിന്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ സ്റ്റേജ് 3 സ്റ്റേജ് 1 തന്നെ രോഗം ഡിറ്റക്ട് ചെയ്യണം, ചികിത്സിക്കണം. അപ്പൊ അതൊരു ക്യൂറബിൾ ആവും. അതാണ് നമ്മുടെ ഈ ഇതിന്റെ എല്ലാം ലക്ഷ്യം. അത് ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക. അതായത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. എങ്ങനെയാണ് നേരത്തെ ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ ഒരുപാട് ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ പലർക്കും പല ഡൗട്ടുകളാണ്. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ പാടുവന്ന ചിലപ്പോൾ അത് ക്യാൻസർ ആവണമെന്നില്ല. ഇപ്പൊ എല്ലാ ലംസും ക്യാൻസർ ആവണമെന്നില്ല, അല്ലെ? അപ്പം അതെങ്ങനെയാണ് ഒരു ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് അപ്പൊ ചോദിച്ച് 2 ഭാഗമായിട്ട് നമുക്ക് എടുക്കാം. ആദ്യം നമ്മൾ പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ സിംറ്റംസ്, അതായത് എന്താണ് ഒരു ഡൗട്ട്ഫുൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ അത് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ഒരാൾ തന്നെ നേരത്തെ കണ്ടുപിടിക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ രോഗലക്ഷണം എന്ന് പറയുന്നത് വേദനയില്ലാത്ത വളരുന്ന മുഴകളാണ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം. 80% അങ്ങനെയായിരിക്കും. എന്നാൽ 20% മുഴ ഉണ്ടാവണമെന്നില്ല. അത് ചിലപ്പോൾ ബ്രസ്റ്റുകളുടെ സൈസുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഒരു നിപ്പിൾ ഡിസ്ചാർജ്, ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ് വരിക, എക്സ്പെഷ്യലി ഒരു ഡക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ 2 ഓപ്പണിംഗിൽ നിന്നോ മാത്രം വരിക, ബ്ലഡ് സ്റ്റെയിൻ്റെ അല്ലെങ്കിൽ ഓൾട്ടേർഡ് ബ്ലഡ് കളർ വരിക, അല്ലെങ്കിൽ നിപ്പിൾ അകത്തേക്ക് ഉൾവലിഞ്ഞു പോവുക, നിപ്പിൾ റിട്രാക്ഷൻ എന്ന് പറയും. അതായത് നേരത്തെ തന്നെയുള്ളതല്ല, ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ റീസെന്റ് ആയിട്ട് സംഭവിക്കും, അല്ല നേരത്തെ തന്നെ ഇരിക്കുന്നതല്ല. അപ്പൊ ഈ മുഴയാണെങ്കിലും പുതിയതായി പ്രത്യക്ഷപ്പെടുന്ന വേദനയില്ലാത്ത വളരുന്ന മുഴകൾ എന്നാണ്. പിന്നെ ഈ നിപ്പിളിന് ചുറ്റുമുള്ള സ്ഥലമുണ്ടോ, ഏരിയകളെന്ന് പറയുന്നത്, ആ ഏരിയകളായിൽ സ്കെയിലിംഗ് വരിക, തൊലി പോവുക, ഇതും ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളാവാം. അത് കൂടാതെ ഈ ബ്രസ്റ്റിന്റെ സ്കിൻ കട്ടി പിടിക്കുക ഏതെങ്കിലും ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഓറഞ്ചിന്റെ ഒക്കെ തൊലി കണ്ടിട്ടില്ലേ, ഈ പിടിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കുന്നു, അതുപോലെ വരുന്ന പ്യൂഡി ഓറഞ്ച് എന്ന് പറയും, അങ്ങനെ കട്ടി വെക്കാൻ മാത്രമേ ഒരു ലക്ഷണമാകും. ഇതൊന്നുമില്ല, ബ്രസ്റ്റ് ചിലപ്പോൾ അബ്സല്യൂട്ട്ലി നോർമൽ ആയിരിക്കും, പക്ഷെ ആ സൈഡിലെ ആംബിറ്റിൽ ചിലപ്പോൾ മുഴയുണ്ടാകും. ആ മുഴയും ഈ ബ്രസ്റ്റ് ക്യാൻസർ ലക്ഷണമാണ്. ഇത് വളരെ ഒരു ചെറിയ പെർസെൻറ്റേജിൽ ഇത് ഈ ബ്രസ്റ്റിലെ സിംറ്റംസ് ഉണ്ടാവില്ല. മെറ്റാസ്റ്റേസിസ്, അതായത് രോഗം വേറെ എവിടെയെങ്കിലും പോയിട്ട് ബോൺ പെയിനോ അല്ലെങ്കിൽ ഈ ക്ലാവിക്കലിന്റെ മുകളിൽ മുഴയോ അങ്ങനെയൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാം. അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് ഒരു
ബ്രസ്റ്റ് ക്യാൻസറിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ രോഗലക്ഷണം എന്ന് പറയും. ഓക്കെ. ഇപ്പൊ ഈ നോർമലി പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ ക്യാരിങ് ടൈമിലൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രസ്റ്റിന്റെ സൈസ് വർദ്ധിപ്പിക്കും അല്ലെ? അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പം ബ്രസ്റ്റിന്റെ സൈസ് വർദ്ധിപ്പിക്കും തോറും ഇപ്പൊ കുട്ടീനെ ഫീഡ് ചെയ്യുമ്പോഴത്തേനും അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഇങ്ങോട്ടേക്കുമായിട്ടും കുറച്ചൊന്ന് എക്സാഗ്രേറ്റ് ചെയ്തു. അപ്പം എനിക്കറിയാവുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലെ തന്നെ സംശയം തോന്നിയിട്ട്, പക്ഷെ അത് ചെക്ക് ചെയ്തപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി കുട്ടീനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ടും ഇങ്ങനെ ക്യാരിങ് അങ്ങനത്തെ ഒരുപാട് അങ്ങനെ വരാറുണ്ടോ? ബ്രസ്റ്റ് ഫീഡിങ് ടൈമിലും പ്രഗ്നന്റ് ടൈമിലും നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാറുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഇതാണ് പ്രധാനമായിട്ടുള്ളത്. അബ്നോർമൽ സാധാരണ നമുക്ക് ഇപ്പം പ്രഗ്നൻസി, ഇപ്പൊ ആദ്യത്തെ പ്രഗ്നൻസിക്ക് ആണെങ്കിൽ നമ്മൾ 2 ബ്രസ്റ്റ് യൂണിഫോം ആയിട്ടായിരിക്കും വളരെ. അത് ചൈൽഡ് ബർത്തിന് ടൈം ആകുമ്പോൾ മാക്സിമം എത്തും. പക്ഷെ അപ്പൊ അതിൽ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുക, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഒരു സൈഡ് വളരുക, അല്ലെങ്കിൽ അത് വല്ലാതെ എൻകോറേജ്, ചിലപ്പോൾ വല്ലാതെ ഒരു സൈഡ് വീർത്ത് വരിക. നമുക്ക് ഓപ്പോസിറ്റ് സൈഡുമായിട്ടുള്ള എന്താ പറയുക ഒരു വ്യത്യാസം മറ്റേ സൈഡിൽ അനുഭവപ്പെട്ടാൽ നമ്മുടെ ഈ പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും ആണോന്നില്ല, ഡോക്ടറെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതൊരു വെച്ചുകൊണ്ടിരുന്ന നമ്മൾ പലപ്പോഴും എന്ന് വെച്ചാൽ നമ്മൾ ഫീഡിങ് ടൈമിലാണെങ്കിൽ നമുക്ക് മിൽക്ക് കിട്ടിക്കിടന്ന് ചെറിയ ചെറിയ ലംബ് പോലെ എല്ലാവരുടെയും ബ്രസ്റ്റിലൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പൊ നമുക്കതൊരു ഒരു സൈഡിലില്ല, മറ്റേ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു സർജനെ കാണിച്ചത്. ഇപ്പൊ ഈ പ്രഗ്നൻസി ടൈമിലാണ് ഡിറ്റക്ട് ചെയ്യുന്ന ബ്രസ്റ്റ് ക്യാൻസർ എങ്കിൽ കുട്ടിക്ക് മുലയൂട്ടാൻ പറ്റുമോ, പാല് കൊടുക്കാൻ സാധിക്കുമോ ഒരു അമ്മയ്ക്ക്? പിന്നെ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ഈ പ്രഗ്നൻസി ടൈം വരുന്നവർക്കെല്ലാം നമ്മൾ അതനുസരിച്ച് അവരുടെ ഏത് ടൈമിലാണെന്ന് ഉദ്ദേശിച്ചനുസരിച്ച് നമുക്കറിയില്ല, പ്രഗ്നൻസി ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ 3 മാസം വെച്ചിട്ട് നമ്മൾ അതിൽ നമുക്ക് ഏതിലാണ് കിട്ടുന്നതനുസരിച്ച് അതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് മോഡിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ പ്രഗ്നൻസി കളയാതെ കുട്ടിക്ക് ആരോഗ്യവാനായ കുട്ടിയെ പ്രസവിച്ചുകൊണ്ട് അവരുടെ ചികിത്സ, എക്സെപ്റ്റ് ഫോർ സ്റ്റേജ് 4 ഒക്കെ ആണെങ്കിൽ നമ്മൾ അനുവദിക്കില്ല. അല്ലാത്തൊക്കെയാണ് നമ്മൾ നോർമൽ ഡെലിവറിയും ആ കുട്ടിയെ വളർത്തി അവരുടെ ചികിത്സയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പൊ ഞാൻ മുന്നേ നമ്മളൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ച് നിർത്തിയേക്കുകയായിരുന്നു. എങ്ങനെയാണ് ഒരാൾ ഇപ്പൊ സെൽഫ് ഡിറ്റക്ട് ചെയ്തു, ഇനി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. അപ്പൊ അതൊന്ന് പറയാമോ? നമ്മളിപ്പം സസ്പീഷ്യസ് ആയിട്ട് നമ്മൾ തോന്നി നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു. അപ്പം ഡോക്ടർ ക്ലിനിക്കലി പരിശോധിച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടി, ഇതൊരു ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണമാണോ അതോ സാധാരണ ബിനൈൻ മുഴയാണോ. അതായത് 98% വെറുതെ ഉള്ള മുഴകളായിരിക്കും. അപ്പൊ 2% മുഴകളേ ഉള്ളൂ ഈ ക്യാൻസർ ആയിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ വന്ന ക്ലിനിക്കൽ എക്സാമിനേഷൻ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ മാമോഗ്രാം ആണ്. മാമോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ ഉപയോഗിച്ച് ബ്രസ്റ്റ് പരിശോധിക്കുന്ന എക്സ്റേ മാമോഗ്രാം. അതാണ് നമ്മൾ കോമൺ ആയിട്ട് അഡ്വൈസ് ചെയ്യുക. അതുകൂടെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് ട്യൂമർ ആണോ. പിന്നെ അതങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് സാധനമാണെങ്കിലും മറ്റേതൊക്കെ ഇമേജസ് ആണ്, ഫോട്ടോസ് ആണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇയാളെ കാണണം. അപ്പൊ നമ്മൾ ആ സംശയമുള്ള ഭാഗത്തുനിന്ന് നമ്മളൊരു അൾട്രാസൗണ്ടിന്റെ ഗൈഡൻസോടുകൂടി, അതായത് ആ കൃത്യം ആ പോയിന്റ് ഇതിനെ കിട്ടണം. നമ്മൾ വെറുതെ മുഴ നോക്കി നമ്മൾ ഈ എടുത്തേ കിട്ടത്തില്ല. അപ്പൊ അൾട്രാസൗണ്ടിന്റെ ഗൈഡൻസോടുകൂടി ആ ഭാഗത്തുനിന്ന് ചെറിയൊരു നീഡിലിന്റെ സഹായത്തോടുകൂടി നമ്മളൊരു ടിഷ്യൂ പുറത്തെടുക്കും. അതിനെയാണ് നമ്മൾ ബയോപ്സി എന്ന് പറയുന്നത്. സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ ട്രൂ കട്ട് ബയോപ്സി. അപ്പൊ ആ ബയോപ്സി എടുത്തു കഴിയുമ്പോൾ അത് പതോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകും. പതോളജിസ്റ്റും നമുക്കറിയാം ഡോക്ടർമാരാണ്, പതോളജി പഠിക്കുന്ന സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പോൾ അവരിതിനെ വിവിധ പരിശോധനകൾക്ക് വിധേയമാക്കും. ഏറ്റവും ബേസിക് ആയിട്ട് അവർ നോക്കുന്നത് നേരിട്ട് കണ്ടുകൊണ്ട് കാണുന്ന ഒരു ഇതുണ്ട്, അതിനാണ് നമ്മൾ ഹിസ്റ്റോപതോളജി എന്ന് പറയുന്നത്. കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ബ്രസ്റ്റ് ക്യാൻസർ ആണോ, അവരാണ് നമ്മൾ സ്ഥിരീകരിക്കുക. അപ്പോൾ അതിനെ തുടർന്ന് അവർ ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി എന്ന് പറഞ്ഞ പരിശോധനകൾ ചെയ്യും. അവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്യാൻസർ എത്ര ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ERPR, അതായത് സ്ത്രീ ഹോർമോൺസിന്റെ റിസപ്റ്റേഴ്സ് ആയ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ് ഉണ്ടോ. പിന്നെ ഞാൻ പറഞ്ഞ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞ സാധനം, HER2/neu എന്ന് പറഞ്ഞു, അതുണ്ടോ നോക്കും. പിന്നെ ഈ പറഞ്ഞ പ്രോലിഫറേഷൻ ഇൻഡെക്സ്, അതായത് എത്ര ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതിന് നമ്മൾ KA എന്നായിരിക്കും റിപ്പോർട്ടിൽ ഷോർട്ട് ഫോമിൽ എഴുതിയിരിക്കുക, KA എന്നായിരിക്കും. അതായത് പ്രോലിഫറേഷൻ ഇൻഡെക്സ് എന്ന് പറയും. അത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യം കിട്ടുമ്പോഴത്തേക്കും ഈ രോഗത്തിന്റെ എങ്ങനെയാണ് ഇതിന്റെ പോക്ക്, അല്ലെങ്കിൽ നമ്മളതിനെ ബയോളജിക്കൽ ബിഹേവിയർ എന്ന് പറയും, അത് നമുക്ക് കിട്ടും. ഇത് ഒരു വഴി നടക്കുമ്പോൾ ഇനി നമ്മൾ ഡയഗ്നോസ് ചെയ്യല്ലോ. അപ്പൊ അസുഖത്തിന്റെ സ്റ്റേജ് അറിയണം. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, നമ്മൾ ചില സ്കാനിങ്ങുകൾ വഴിയാണ് നമ്മൾ സ്റ്റേജിങ് നടത്തുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ശ്വാസകോശത്തിലേക്കും കരളിലേക്കും പോയിട്ടുണ്ടോ എന്നാണ്. അപ്പൊ അത് പോയിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ മിക്കവാറും സ്റ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റേജ് 4 ആകുന്നുണ്ടോ. അപ്പൊ നമുക്ക് ആ സ്റ്റേജ് കൂടെ അറിഞ്ഞാലേ നമ്മൾ ചികിത്സ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ പറഞ്ഞ ബയോപ്സി എടുത്തു, അതിന്റെ ബയോളജിക്കൽ ബിഹേവിയർ കണ്ടു, പിന്നെ സ്റ്റേജിങ് ആണ്. അപ്പൊ സ്റ്റേജിങ് പോയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ നമ്മൾ നോക്കുന്നത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ശ്വാസകോശവും കരളുമാണ്. നമ്മൾ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന CT സ്കാനാണ്. അത് രണ്ടും നമ്മൾ ചെയ്യും. അപ്പൊ അത് അത്രയും ആയി കഴിയുമ്പോൾ നമുക്ക്
ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യാൻ പറ്റും, ഏതാണ് ട്രീറ്റ്മെന്റ് വേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു നോർമൽ പ്രോട്ടോകോളിൽ മുമ്പോട്ട് പോകുന്നത്. ഇപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ക്യാൻസർ ആയിരുന്നു ആൻഡ് ഹി പാസ്ഡ് അവേ. അപ്പം അത് പക്ഷേ ഞങ്ങൾ 4th സ്റ്റേജിലാണ് അറിഞ്ഞത്. അപ്പത്തേനും ഫുൾ സ്പ്രെഡ് ചെയ്തു, ലങ്സിലായിരുന്നു ക്യാൻസർ. പക്ഷെ ഇതിന് മുന്നേയും ആൾക്ക് അസ്വസ്ഥതകൾ മൂലം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പല ടെസ്റ്റുകൾ നടത്തിയിട്ടൊന്നും ഐഡന്റിഫൈ ചെയ്തില്ല ഇത് ക്യാൻസർ ആണ് എന്നുള്ള രോഗം ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ പലരുടെ കേസ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, പക്ഷേ ഒന്നും ഐഡന്റിഫൈ ചെയ്യുന്നത്, പക്ഷെ അങ്ങനെ ലാസ്റ്റ് എത്തുമ്പോൾ ക്യാൻസർ ആണ്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? അതായത് ആ പ്രൈമറി നമ്മൾ ക്യാൻസർ തുടങ്ങുന്ന അവയവത്തിൽ ഇത് ഒരു ഹ്യൂജ് ചേഞ്ചസ് ഉണ്ടാക്കി കാണത്തില്ല. ഞാൻ പറഞ്ഞല്ലോ ബ്രസ്റ്റിന്റെ സിംറ്റം പറഞ്ഞപ്പോൾ തന്നെ ബ്രസ്റ്റിലൊന്നും ഇല്ലെങ്കിലും വേറെ സ്ഥലങ്ങളിൽ ചില ലക്ഷണങ്ങളാവാം, വേറെ മുഴകളായിട്ടൊക്കെ വരാം. അതുപോലെ ഈ പ്രൈമറി ഒരു വലിയ ഒരു മുഴയായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ സിംറ്റംസ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മളിത് സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും കുറെ സമയം എടുക്കും. നമുക്ക് സസ്പീഷ്യസ് ആയിട്ടുള്ള, കാരണം ക്യാൻസർ നമ്മൾ ലാസ്റ്റ് ആയിട്ടേ ചിന്തിക്കുള്ളൂ. കാരണം കോമൺ ആയിട്ടുള്ള വേറെ ഈ പറയുന്ന ഏത് സിംറ്റംസ് ആണെങ്കിലും, ഇപ്പൊ നമ്മൾ വെയിറ്റ് ലോസ് ആണെങ്കിൽ തന്നെ അതിനെ ഈ ക്യാൻസറിനേക്കാളും കോമൺ ആയിട്ട് ഡയബറ്റീസ് ഉണ്ട്, TB ഉണ്ട്, വെറും ഫീവർ, വെറും ഇൻഫെക്ഷൻ വന്നാലും ആവാം, ഇങ്ങനെ മൾട്ടിപ്പിൾ കാരണങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞ് അതൊക്കെ ഇല്ലാന്ന് ഉറപ്പിച്ചു കഴിഞ്ഞ് പിന്നെ കിട്ടാതെ വരുമ്പോഴേ നമ്മൾ ഈ അവസാനം ഈ ക്യാൻസറിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മളിപ്പം കുറെ നാളായിട്ട് പരിശോധിച്ചു വന്നിട്ട് കിട്ടിയില്ല, അവസാനം കിട്ടിയപ്പോഴത്തേക്കും ഇതായിരിക്കും. അതെ, എനിക്കൊന്ന് ഈ ബ്രസ്റ്റ് ക്യാൻസർ ക്യൂറബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഇപ്പൊ കേട്ട് വരുന്നത് ബ്രസ്റ്റ് ക്യാൻസറും കോമൺ ആണെങ്കിൽ മരണത്തിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അത് കുറവാണ് അല്ലേ? അതെ, അല്ല ഈ കാർഡിയാക് ഡിസീസിന്റെ അത്രയൊന്നും കില്ലർ അല്ല ബ്രസ്റ്റ് ക്യാൻസർ. ഈ ബ്രസ്റ്റ് ക്യാൻസർ മോർട്ടാലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പം എല്ലാവരും പറയും ഡോക്ടർമാർക്ക് അസുഖം ഉണ്ടെങ്കിലാണ് പേഷ്യന്റിനെ വേണം, അതുകൊണ്ട് അവരെന്താ അതിനുവേണ്ടി ചെയ്യില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇതനുസരിച്ച് അങ്ങനെയല്ല, കഴിയുന്നതും അസുഖം സമൂഹത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഡോക്ടറുടെ ലക്ഷ്യം. അപ്പൊ അതിന്റെ കൂടെ ഡോക്ടറുടെ പ്രൊഫഷൻ ആയതുകൊണ്ട് ഡോക്ടർക്ക് അതിന് സാലറി കിട്ടും എന്നുള്ളതാണ്. അല്ലാതെ അസുഖം ഏറ്റവും നേരത്തെ കൺട്രോൾ ചെയ്യുക, നേരത്തെ അത് സമൂഹത്തിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ നോക്കുക, അതിനുള്ള കാര്യം പറഞ്ഞു, ഉണ്ടായാൽ അത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നേരത്തെ കണ്ടുപിടിച്ചാൽ അത് ചികിത്സ ഭേദമാക്കുക. അതാണ് നമ്മുടെ ഒരു മെഡിക്കൽ ഒരു ഡോക്ടറുടെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ബ്രസ്റ്റ് ക്യാൻസർ മോർട്ടാലിറ്റി പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതുപോലെയുള്ള നമ്മുടെ ഈ അവയർനെസ് പ്രോഗ്രാമും അല്ലെ ഇതുപോലെ ഡിസ്കഷന്റെ ഒക്കെ ഉദ്ദേശം. ആരും പേടിക്കണ്ട, നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം, നേരത്തെ കണ്ടുപിടിച്ച ചികിത്സിച്ച് ഭേദമാക്കാം, ആ മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വേറെ ഒരുപാട് ക്യാൻസേഴ്സ് ഉണ്ടെങ്കിലും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വിഭാഗത്തിൽ പെടുന്നതാണോ ഈ ബ്രസ്റ്റ് ക്യാൻസർ? നമുക്ക് അങ്ങനെ ഡേഞ്ചറസ് എന്ന് പറയാനായിട്ട് എല്ലാ ക്യാൻസറും സ്റ്റേജ് വൈസ് ആണ് നമ്മൾ. പിന്നെ എത്ര ഫാസ്റ്റ് ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ ബയോളജിക്കൽ ബിഹേവിയർ എന്ന് പറഞ്ഞു. ബ്രസ്റ്റ് ക്യാൻസർ ഇൻഡോളന്റ് എന്ന് പറയും, അതായത് വെറുതെ സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകും, വളരെ സ്ലോ ആയിട്ട് വളരുന്നത്. പക്ഷെ നേരെ എക്സ്ട്രീം നല്ല ഫാസ്റ്റ് ആയിട്ട് വളരുന്ന, പട്ട നോക്കി നിൽക്കുമ്പം പിന്നെ പടർന്ന് മെറ്റാസ്റ്റൈസ് ചെയ്ത് ട്രീറ്റ്മെന്റ് റെസിസ്റ്റന്റ് ആയിട്ട് പോകുന്ന ചില ട്രിപ്പിൾ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ റിസപ്റ്റർ നോക്കുമെന്ന് പറഞ്ഞില്ലേ, ER/PR, ആ റിസപ്റ്ററൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ട് ട്യൂമറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏത് ട്യൂമറും അഗ്രസീവ് ആവാം. അതിനാണ് നമ്മൾ ഈ ട്യൂമറിന്റെ ബയോളജിക്കൽ ബിഹേവിയർ എപ്പോഴും പറയുന്നത്, എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക, അതനുസരിച്ച് ചികിത്സിക്കുക. അതനുസരിച്ച് നമുക്ക് ഇവരോട് പറയാൻ പറ്റും നിങ്ങളുടെ അസുഖം എങ്ങനെയാവും എങ്ങനെയാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്ന ക്യാൻസർ അഗ്രസീവ് ആണ്, അതിന്റെ ഓരോന്നിന്റെ ബയോളജിക്കൽ ബിഹേവിയർ പോലെ ആയിരിക്കും. പിന്നെ ഉള്ളത് ഈ ലിവർ ക്യാൻസർ, അങ്ങനെയുള്ള ക്യാൻസറുകളൊക്കെ നമുക്ക് മിക്കവാറും നമ്മൾ ഡിറ്റക്ട് ചെയ്യുമ്പോഴത്തേക്ക് ലേറ്റ് ആവും, ചികിത്സ അധികം ഇല്ല. അങ്ങനെയുള്ള ചില ക്യാൻസർ, ചില ബ്ലഡ് ക്യാൻസറുകളൊക്കെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ബ്ലഡ് ക്യാൻസർക്ക് സിനിമയെ കണ്ട് നമുക്കുള്ള പരിചയം കൊണ്ടാണ്. ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നമ്പേഴ്സിലേ ഉള്ളൂ, വളരെ കുറച്ച് ആൾക്കാർക്കേ ഉണ്ടാവുള്ളൂ. ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഈ ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള പ്രോബ്ലംസ്, അതാണ് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളത്. ഇപ്പൊ ഈ ബ്രസ്റ്റ് ക്യാൻസർ നമ്മുടെ ഫുഡ് ഹാബിറ്റ്, ലൈഫ് സ്റ്റൈൽ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ഇപ്പൊ നമ്മൾ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ അതൊക്കെ വരുമ്പോൾ, ഹെർട്ട് ഡിസീസ് ഒക്കെ വരുമ്പോഴത്തേനും ഫുഡ് കൺട്രോൾ ചെയ്യണം, ഓയിൽ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ടിപ്സ് ഡോക്ടേഴ്സിന്റെ സൈഡിൽ നിന്ന്. അപ്പൊ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലും കൊണ്ട് ഉണ്ടാവുന്നതുണ്ടോ? ബ്രസ്റ്റ് ക്യാൻസർ എന്നല്ല, മിക്കവാറും ഉള്ള എല്ലാ ക്യാൻസറുകളെയും നമ്മളിപ്പോൾ ഒരു ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ഡയറ്റ്, നമ്മുടെ ഹാബിറ്റ്സ്, ഇതെല്ലാമാണ് നമുക്ക് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ബേസിക്കലി ഏത് അസുഖവും, ക്യാൻസർ എന്നല്ല എന്ത് അസുഖമാണെങ്കിലും, നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതായത് നമ്മുടെ ജീൻസിന്റെ സ്ട്രെങ്ത് ഉണ്ട്. അത് ബേസിക്കലി നമ്മൾ ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്ന, നമുക്കത് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റത്തില്ല. അതിനുശേഷം അതിനെ നമ്മൾ എങ്ങനെ
കൊണ്ടു നടക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നമുക്ക് അസുഖം വരുന്നത്. അവിടെയാണ് നമുക്ക് ഈ ഇത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കാരണമായിട്ട് പറയുന്നത്, അതായത് മോഡിഫയബിൾ, ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ആ മോഡിഫയബിൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഡയറ്റ്, നമ്മുടെ ഈ അമിതവണ്ണം. അപ്പൊ പലരും പറയും നമ്മൾ പൊണ്ണത്തടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ സുമോ ചാമ്പ്യനൊക്കെ ആയിരിക്കും ഓർക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ വീട്ടിലിരുന്നിട്ട് നമ്മുടെ ഒരു സ്റ്റേപ്പ് എടുത്ത് നമ്മുടെ വയറും ചുറ്റും ഒന്ന് പിടിക്കുക. ഇപ്പൊ ഫീമെയിൽ അല്ലേ, 80 സെന്റിമീറ്റർ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആണ്. നമ്മൾ പൊണ്ണത്തടി വിഭാഗത്തിൽ വന്ന് നമുക്ക് ട്രങ്കൽ ഒബിസിറ്റി ഉണ്ട്, ഈ പറഞ്ഞ അസുഖങ്ങൾ അല്ലെ. നമ്മൾ ഓൺ ലുക്കില് ഇപ്പം നമ്മൾ നോക്കും വലിയ തടിയൊന്നും ഇല്ല, അവർക്ക് വലിയ തടിയൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇതാണ് നമ്മുടെ ഈ ട്രങ്കൽ ഒബിസിറ്റി, അതായത് നമ്മുടെ സെൻട്രൽ ഇവിടെ അവിടെ നമ്മൾ പിടിച്ചു നോക്കാം, ഒരു അംബിലിക്കസിന്റെ അറൗണ്ട് പിടിച്ചു നോക്കാം. 80 സെന്റിമീറ്റർ താഴെയാണെങ്കിലാണ് നമ്മളൊരു ഹെൽത്തി ഇതെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ബാക്കിയൊക്കെ മെലിഞ്ഞിരുന്നാലും നമ്മുടെ മലയാളികളുടെ ലുക്ക് കണ്ടിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ നമ്മുടെ പൊണ്ണത്തടി, 2 നമ്മുടെ ഡയറ്റ് നമ്മുടെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നത്, പ്രോസസ്ഡ് മീറ്റ് ഉപയോഗിക്കുന്നത്, പച്ചക്കറികളുടെയൊക്കെ അളവ് കുറയുന്നത് ഒരു പ്രധാന കാരണം. പിന്നെ വ്യായാമക്കുറവ്, വ്യായാമമില്ലായ്മയാണ് മറ്റേറ്റവും വലിയ പ്രശ്നം. നമ്മുടെ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ടെങ്കിൽ കൃത്യമായി വ്യായാമം ചെയ്യുന്ന ആൾക്ക് അതിനാൽ തന്നെ ഈ ക്യാൻസർ സാധ്യത, ഇൻക്ലൂഡിങ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യത കുറയ്ക്കുമെന്ന്. അപ്പൊ ഈ ബ്രസ്റ്റ് ക്യാൻസർ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് പറയാം. അതായത് എക്സസൈസ് ഇല്ലായ്മ, ഡയറ്റിന്റെ ഇത്, പൊണ്ണത്തടി, ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാൻ പറ്റുക. പിന്നെ എക്സ്പെഷ്യലി അവർക്ക് നമ്മൾ പോസ്റ്റ് മെനോപോസിന് ശേഷം തടി വെക്കുമ്പോഴത്തേക്കും ഇവരുടെ ഈ ബ്രസ്റ്റ് ക്യാൻസർ, ഏത് ക്യാൻസറും പ്രായം കൂടുമ്പോഴാണ് വരിക. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറും പ്രായമുള്ളവരല്ല വരിക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 40 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതിന് ശേഷമുള്ള തടിവെപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും വൺ ഓഫ് ദി ഡേഞ്ചറസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്ത്രീകളുടെ മെൻസ്ട്രേഷൻ സൈക്കിളായിട്ട് ഇതിന് ബന്ധമുണ്ടോ? ലൈക്ക് അത് കറക്റ്റ് അല്ലെങ്കിൽ അത് കറക്റ്റ് മന്തിൽ വന്നില്ലെങ്കിൽ അത് അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ ഈ മെൻസ്ട്രൽ സൈക്കിളും ബ്രസ്റ്റ് ക്യാൻസറുള്ള ബന്ധം ഇങ്ങനെയാണ്. നമുക്കറിയാലോ, ഈ ആക്റ്റീവ് മെൻസ്ട്രൽ സൈക്കിൾ പറഞ്ഞാൽ നമ്മുടെ ഹോർമോണൽ ഫീമെയിൽ ഹോർമോൺസിന്റെ എക്സ്പോഷർ ഉണ്ടാവണം. അത് നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോണിന്റെ ശരീരത്തിൽ എല്ലായിടത്തും അത് ആക്ഷൻ ഉണ്ടാവും, നമ്മുടെ ബ്രസ്റ്റിലും ആക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏർലി മെനാർക്കി, അതായത് മെൻസസ് നേരത്തെ തുടങ്ങുക, നമുക്ക് പ്യൂബർട്ടി നേരത്തെ വരിക, അതുപോലെ മെനോപോസ് ലേറ്റ് ആവുക. അപ്പൊ നമ്മുടെ സാധാരണ പണ്ടൊക്കെ 45, ഇപ്പൊ 50, 55, 60 അതുവരെ നീണ്ടു പോകാറുണ്ട്. അപ്പൊ എന്താ പറയുക, നമ്മുടെ സെക്ഷലി ആക്റ്റീവ് ലൈഫ്, അല്ലെ സെക്ഷലി ആക്റ്റീവ് എന്ന് പറയത്തില്ല, നമ്മുടെ റിപ്രൊഡക്റ്റീവ് പീരീഡ്, അതായത് മെൻസ്ട്രൽ സൈക്കിളുള്ള ആ സമയത്തിന്റെ ഇയേഴ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിക്കും. അങ്ങനെയാണ്. അല്ലാതെ നമ്മുടെ സൈക്കിൾ റെഗുലർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക മെൻസ്ട്രേഷൻ വന്നില്ലെന്നോർത്തോന്നും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ലേറ്റ് പ്രഗ്നൻസി ഇതിന് ബാധകമാകും. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച്, ഒരു ന്യൂജൻ ട്രെൻഡ് അനുസരിച്ച് വിവാഹശേഷം ഉടനെ കുട്ടികൾ വേണ്ടാന്ന് വെക്കുന്നവരാണ് പലരും. ഒരു 4 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു സെറ്റിൽഡ് ആയിട്ട് കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. അത് ഇതിനൊരു കാരണമാകുമോ ബ്രസ്റ്റ് ക്യാൻസറിന്, ലേറ്റ് പ്രഗ്നൻസി? ബ്രസ്റ്റ് ക്യാൻസർ സർജൻ എന്നുള്ള നിലയിൽ ഫസ്റ്റ് ചൈൽഡ് ബർത്ത് 30 വയസ്സിന് മുമ്പ് ഉണ്ടാവണം എന്നതാണ്. 30 വയസ്സിന് ശേഷം ആകുമ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയാം, ബ്രസ്റ്റ് ഫീഡിങ്. ബ്രസ്റ്റ് ഫീഡിങ് എത്ര കാലം ചെയ്യുന്നോ അത്രയും നമുക്ക് പ്രൊട്ടക്ഷൻ ആണ് ബ്രസ്റ്റ് ക്യാൻസറിനെതിരെ. അപ്പൊ ഇത് രണ്ടും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഫസ്റ്റ് ചൈൽഡ് ബർത്ത് ഷുഡ് ബി ബിഫോർ 30 ഇയേഴ്സ് എന്നാണ്. അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ ഒരു പുതിയ അറിവ് തന്നെയാണ്. അപ്പൊ ഇത് എല്ലാം ഒരു ഇന്റർ കണക്ട് ആയിട്ടല്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഹോർമോണൽ ഇന്റർപ്ലേ ആണ്. അത് ഈ ഫാറ്റി ഇത് വരുമ്പോഴത്തേക്കും ഉള്ളതും ഇത് തന്നെയാണ്, സെയിം തിങ് ആണ് സംഭവിക്കുന്നത്. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പൊ സർജറിയൊക്കെ പറഞ്ഞു, അപ്പം അത് എന്തൊക്കെയാണ്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുക അല്ലെ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കൈയുടെ ഒരു വിരൽ പോയാൽ തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറയും അല്ലെ. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു കോൺഫിഡൻസിന്റെ ഭാഗമാണ് അവരുടെ ഓരോ അവയവം. അതെന്ന് വെച്ചാൽ ബ്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് ഒരു അടയാളം കൂടിയാണ്. അപ്പൊ അതൊന്നും പെട്ടെന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പറ്റുക, അവരുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കുമല്ലോ. അതെങ്ങനെയാണ് ഒരു സർജറി, ഇപ്പൊ അഡ്വാൻസ് ടെക്നോളജി കുറെ വന്നിട്ടുണ്ടാവില്ല, അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സീനറിയോ, ഇപ്പൊ ഞാനൊരു മാസം നമ്മളൊരു ആവറേജ് ഒരു 20 ബ്രസ്റ്റ് സർജറീസ് ചെയ്യാറുണ്ട്. 20-25 ബ്രസ്റ്റ് സർജറീസ് ചെയ്യും ഒരു മാസം തന്നെ.
അപ്പോൾ അതിൽ നമുക്ക് ഒരാൾക്കൊക്കെ നമുക്ക് ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരാറുള്ളൂ. ബാക്കി ആർക്കും നമ്മളിപ്പം ബ്രസ്റ്റ് റിമൂവ് ചെയ്യാറില്ല. നമ്മുടെ ആ കൺസെപ്റ്റേ മാറി. പക്ഷേ പലപ്പോഴും അത് ജനങ്ങൾക്ക് ദഹിക്കുന്നില്ല. കാരണം നമ്മളിപ്പം വരുന്ന പലരും ഞാൻ കൺവിൻസ് ചെയ്യേണ്ടി വരും ഇതിന്റെ ആവശ്യമില്ല. കാരണം അവരെ സംബന്ധിച്ചുള്ള ഇത് കേൾക്കുമ്പോൾ ഒരു ഡ്രഡ് ഡിസീസ്, എന്റെ ജീവനും കൊണ്ട് പോകാൻ വന്ന ഒരു ഡിസീസ്, അതിന് ഇനി ഒരു ബ്രസ്റ്റ് പോയാലും വേണ്ടില്ല, എനിക്ക് അത് ഇഷ്യൂ ഇല്ല എന്നുള്ള രീതിയിലാണ്. അതെ, ചിലവർക്ക് അങ്ങനെ ധാരണ, ഇത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ വരത്തില്ല, അത് റിമൂവ് ചെയ്യണായിരിക്കും നല്ലത്. അതാണ് ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതും അല്ലാത്തതുമായിട്ട് നമ്മുടെ ഈ ചികിത്സ ഇതുമായിട്ട് യാതൊരുവിധ റിലേഷനും ഇല്ല. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പുതിയ കൺസെപ്റ്റ്. നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല, വളരെ കുറച്ച് ആൾക്കാരിലെ നമ്മൾ ഈ ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ചിലപ്പോൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് വരും, അല്ലെങ്കിൽ റേഡിയേഷൻ കൊടുക്കാൻ പറ്റത്തില്ലാതെ വരും, അങ്ങനെയുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമോർബിഡിറ്റീസ്, ചികിത്സയൊക്കെ മറ്റ് ആശുപത്രി വന്നു പോകാനായിട്ടുള്ള പാടുണ്ട്. അപ്പം ഏറ്റവും മിനിമം ആയിട്ട് അങ്ങനെയുള്ളവരുടെയൊക്കെ ബ്രസ്റ്റ് റിമൂവൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളൂ. അല്ലാത്ത ആളുടെ ബ്രസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യത്തില്ല. ആ മുഴയെടുക്കും, ആ ബ്രസ്റ്റിന്റെ മുഴയെടുക്കും, പിന്നെ ആംബിറ്റിലെ ലിംഫിനോട് എടുത്ത്, അതും ഇപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് എടുത്ത് കളയാറില്ല. അപ്പം ബേസിക്കലി ബ്രസ്റ്റ് ക്യാൻസർ സർജറി എന്ന് പറയുമ്പോൾ ബ്രസ്റ്റിന്റെ മുഴയെടുത്തു, ആംബിറ്റിലെ ലിംഫിനോട് എടുത്ത് പരിശോധിച്ചതിന് ശേഷം റിപ്പോർട്ട് അനുസരിച്ച് ബാക്കി മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ ആ ആംബിറ്റിലെ എടുക്കുമ്പോഴത്തേക്കാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ സർജറിക്ക് ശേഷം ആൾക്കാർക്ക് ഈ കയ്യിൽ നീരൊക്കെ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ അതുപോലും ചെയ്യാറില്ല. ഒരു മരുന്നെടുത്ത് ഈ നിപ്പിളിന് ചുറ്റും കുത്തിവെച്ചതിന് ശേഷം അത് പോകുന്ന ആദ്യത്തെ ലിംഫിനോട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മെക്കാനിസം ഉണ്ട്. അതെടുത്ത് അപ്പൊ തന്നെ നമ്മൾ പരിശോധനയ്ക്ക് കൊടുക്കും. അതിനാണ് നമ്മൾ സെൻട്രൽ ലിംഫിനോട് ബയോപ്സി എന്ന് പറയുന്നത്. അപ്പൊ പതോളജിസ്റ്റ് അപ്പം നോക്കിയിട്ട് പറയും അത് ട്യൂമർ ഉണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് നിർത്തും. ഇപ്പം റിമൂവ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പിന്നീട് എങ്ങനെയായിരിക്കും ലൈക്ക് അവരുടെ ഒരു ബോഡി പാർട്ട് ശരിയാക്കണമെങ്കിൽ മിക്കവാറും ഉള്ളവർക്ക് ആ സെയിം സിറ്റിംഗിൽ തന്നെ റീകൺസ്ട്രക്ട് ചെയ്യും. റീകൺസ്ട്രക്ട് നേരത്തെ പറഞ്ഞ പോലെ ആ വയറിന്റെ ഇവിടെ ഫാറ്റ് ഉണ്ടല്ലോ നമ്മുടെ കേരളക്കാർക്ക്, അപ്പൊ ആ ഫാറ്റ് നമ്മൾ ഇങ്ങോട്ട് മാറ്റും. അപ്പൊ നമുക്ക് ആ സെയിം ബൾക്ക് തന്നെ അറിയാലോ, ഇരിക്കുമ്പോൾ ബൾക്ക് ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് റീകൺസ്ട്രക്റ്റഡ് ആയിട്ടുണ്ട്. ഈ സർജറിയും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എത്ര നാളെടുക്കും ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് ആ ഒരു വ്യക്തിക്ക് വരണമെങ്കിൽ? ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേജ് ആണ്. നമ്മളൊരു ഇച്ചിരി ലോക്കലി അഡ്വാൻസ്ഡ് ആണെന്ന് വിചാരിച്ചു. അഡ്വാൻസ്ഡ് ആണെങ്കിൽ പോലും നമുക്കൊരു 6-8 months കൊണ്ട് നമ്മൾ ചികിത്സ ചെയ്താണ്ട് പൂർണ്ണമാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ ലൈഫ് സ്റ്റൈൽ പോലെ തന്നെ നമ്മൾ ഇവരെ നോർമൽ ജീവിതത്തിലേക്ക് വിടുക എന്നുള്ളതാണ് നമ്മുടെ ചികിത്സയുടെ ഉദ്ദേശം. അതിനാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ചികിത്സ കുറയ്ക്കാൻ വേണ്ടിയാണ് പറയുന്നത് നേരത്തെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ചികിത്സയ്ക്ക് ശേഷം ഇത് ഇവരുടെ റിക്കവറി കഴിഞ്ഞിട്ട് ഈ എന്താ പറയുക ബ്രസ്റ്റ് റിമൂവ് ചെയ്യാൻ ആംബിറ്റിൽ ചെയ്യേണ്ടവർക്ക് ചില സ്പെസിഫിക് അഡ്വൈസ് ഉണ്ടാവും. കൈക്ക് മുറിയാൻ പാടില്ല, പിന്നെ ഇത് പൊള്ളാൻ പാടില്ല, അങ്ങനത്തെ. പിന്നെ ബാക്കി അതൊഴിച്ചു കഴിഞ്ഞാൽ പതിയെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ. പിന്നെ ഈ സ്ഥിരമായിട്ട് ആന്റി ഹോർമോൺ ഗുളികൾ കഴിക്കുന്നവർക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നേരത്തെ മെനോപോസ് ആവും. അപ്പൊ അങ്ങനെയുള്ള ആ പ്രോബ്ലംസ്, മെനോപോസിന്റെ പ്രോബ്ലംസ് അറിയാലോ, നമ്മുടെ ഹോട്ട് ഫ്ലഷസ്, മൂഡ് ചേഞ്ചസ്, അങ്ങനത്തെ. അപ്പൊ അതൊക്കെ ഉള്ളതിന് നമ്മൾ അതിനുള്ള അഡ്വൈസ് കൊടുക്കും. പിന്നെ പതിയെ എന്ത് ജോലിയിലായിരുന്നു അവർ ചെയ്തിരുന്നത് അതിലേക്ക് അവരെ തിരിച്ചു വിടുക. ഇതിനെ മറന്നു കളയാന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്കപ്പ് ഉണ്ടാവും, ഫോളോ അപ്പ് ചെക്കപ്പ്, ബട്ട് അവരൊരു രോഗിയാണെന്നുള്ള ആ ബോധം മാറ്റിയെടുക്കും. ഈ ഡോക്ടറിന്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ചിലപ്പോ ഏർലി സ്റ്റേജ് ആയിരിക്കും, സൂചിക്ക് എടുക്കേണ്ടത് തൂമ്പയ്ക്ക് എടുക്കേണ്ട ഒരവസ്ഥ ഡോക്ടറിന് വന്നിട്ടുണ്ടോ? ലൈക്ക് വെച്ചുകൊണ്ടിരുന്നു. ചിലവരൊക്കെ, ചില അമ്മമാർ ഇപ്പോഴും കാണുന്ന വെച്ചു മക്കളുടെ കയ്യിൽ നിന്ന് പൈസ പോവും, അല്ലെങ്കിൽ ഇത്ര പ്രായമായില്ലേ എന്തെങ്കിലും. ഇപ്പോഴും അമ്മമാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മുറിവ് വന്നാലും വെച്ചോണ്ടിരുന്നു ലാസ്റ്റ് അത് സിവിയർ ആകുമ്പോഴായിരിക്കും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. ഈ 3 ഇതാണ്. ഒന്ന് ഈ പറഞ്ഞതുപോലെ ചില അമ്മമാര് മക്കളിപ്പം ആയിരിക്കും, മക്കളൊക്കെ ജോലിയായി വരുന്നേ ഉള്ളൂ, അപ്പൊ എനിക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അത് ഈ പറഞ്ഞതുപോലെ നേരത്തെ ചോദിച്ചില്ലേ ഡോക്ടർക്ക് ഇത് കണ്ടാൽ സങ്കടം തോന്നില്ല എന്ന് ചോദിച്ചു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം തോന്നും. ഇവർ നേരത്തെ അറിഞ്ഞിരുന്നില്ല, അത് ഇവിടെ വന്നിട്ട് ഇത് അവസാനം കുളവാകും, അവര് പോയ അവരുടെ ജോലിയും പ്രശ്നമാകും, എക്സ്പെൻസസും എല്ലാം കൂടി പോകും. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. വേറൊരു കൂട്ടരുണ്ട് ഈ ഓൾട്ടർനേറ്റ്, ഈ മോഡേൺ മെഡിസിനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് മറ്റു ചികിത്സകൾക്ക് പോയി അവസാനം ഇതെല്ലാം പഴുത്ത് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, എനിക്കിതൊന്നും വരത്തില്ല, ഇത് വേറെന്തോ ആണ്, അത് തന്നെത്താൻ മാറും എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ കുറച്ച് പണ്ട്, അതായത് ഞാനൊരു 25 വർഷമായി ഈ ബ്രസ്റ്റ് ക്യാൻസർ സർജറി ഫീൽഡിലേക്ക് വന്നിട്ട്. അപ്പൊ അന്ന് ആദ്യകാലത്തൊക്കെ ഇതൊക്കെ വളരെ കോമൺ ആയിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നത് ഉള്ളതിന്റെ ഒരു
10% ഇപ്പോഴുള്ളൂ. ആൾക്കാർ കുറഞ്ഞു. എല്ലാവരും എങ്ങനെയാണെങ്കിലും ഒക്കെ ആശുപത്രിയിൽ എത്തും. അതെ, ഇപ്പൊ അവന് ഡോക്ടറിനെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ നിരന്തരമായി ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഇപ്പൊ അതാണ് ഇപ്പൊ നമ്മുടെ ഈ സൊസൈറ്റി ഇപ്പൊ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയാണ്. സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഗുണവും അതേപോലെ തന്നെ ദോഷമാണ്. ഇതുപോലെ തന്നെ ഇതിനെ ഈ നമ്മൾ നല്ല കാര്യം പറയുമ്പോൾ തന്നെ ഒരാൾ നല്ല കാര്യം പറയുമ്പോൾ 10 പേര് ഇതിനെ ഈ വ്യാജ ന്യൂസുമായിട്ട് വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതായത് ഡോക്ടർ ഇപ്പം നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കാണിക്കണ്ടല്ലോ, ഞാൻ പറയുന്നത് അല്ലെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടോന്നു നമ്മളൊന്നങ്ങ് പറയുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം കണ്ടതാ ഒരു ആള്, പുള്ളി ഡോക്ടറാണെന്ന് പറയുന്നു. പുള്ളി വളരെ ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങളൊക്കെ പുള്ളി കണ്ടുപിടിച്ചാണെന്നുള്ള മട്ടിലങ്ങ് അടിച്ചുവിടുകയാണ്. ഇഷ്ടംപോലെ വ്യൂസും ഉണ്ട്, ആൾക്കാർ ഭയങ്കര കയ്യടിയുമാണ്, പുള്ളി ഭയങ്കര ഇതാണ് ശാസ്ത്രജ്ഞനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയക്ക് ഗുണമുണ്ട് ദോഷമുണ്ട്. അതിൽ നമ്മൾ നല്ല കാര്യം മാത്രം നോക്കുക. അതെ, ഇപ്പം ഈ സ്റ്റേജ് 1 ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ ഐഡന്റിഫൈ ചെയ്ത ഒരാൾക്ക് ഹീമോ ചെയ്യണോ, അങ്ങനത്തെ പ്രോസസ് ഒക്കെ ചെയ്യേണ്ട വരുമോ? അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, സ്റ്റേജ് 1 ഈ ഡിപ്പെൻസ് ഓൺ ദ ഞാൻ പറഞ്ഞ ഈ റിപ്പോർട്ട് മറ്റേ ബയോളജിക്കൽ ബിഹേവിയർ കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ്. ഒരു ബ്ലാങ്കറ്റ് ട്രീറ്റ്മെന്റ് ഇല്ല. സ്റ്റേജ് 1 എല്ലാവർക്കും ഇത്ര ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ സ്റ്റേജ് 2 എല്ലാവർക്കും ഇത്ര ട്രീറ്റ്മെന്റ്, അങ്ങനെയില്ല. ഇപ്പം നമ്മുടെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ ആണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും ഫീച്ചേഴ്സ് എല്ലാം നോക്കി സ്റ്റേജ് ഇതെല്ലാം നോക്കിയതിന് ശേഷം ആ ആൾക്കൊരു ട്രീറ്റ്മെന്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ്. അത് വേറൊരാൾക്കും ഉണ്ടാവില്ല. അടുത്ത ആൾ വരുമ്പം ആ ആളുടെ ട്യൂമറിന്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം അസസ് ചെയ്തതിന് ശേഷമാണ് ആ ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിതിന് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സ പോകുന്നത്. ഇപ്പൊ ഈ ക്യാൻസർ എന്ന ഈ ഒരു വേർഡിനൊപ്പം തന്നെ നിൽക്കുന്ന ഹീമോ അല്ലെങ്കിൽ ഹീമോ അത്രയും എന്താ പറയാ ഭയങ്കര പെയിൻ ആണ്. ഹീമോ ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. ഇപ്പൊ ഗേൾസിനൊക്കെ സംബന്ധിച്ച് മുടി പോകുന്നതൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പം അത് അത്രയ്ക്കും പെയിൻഫുൾ ആണോ, എങ്ങനെയാണ് ഹീമോ എന്നുള്ള ഒരു പ്രോസസ്? കീമോതെറാപ്പി ഒരു പെയിൻഫുൾ സംഭവമല്ല. മാക്സിമം നമുക്കിപ്പം ചിലരുടെ ഉണ്ടല്ലോ ഫാറ്റി ആയിട്ടുള്ളവർക്ക് വെയിൻ കിട്ടാതെ വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുത്തുമ്പോൾ ചിലപ്പോൾ 3-4 പ്രാവശ്യം കുത്തേണ്ടി വരും. അതൊഴിച്ച് കഴിഞ്ഞാൽ കീമോതെറാപ്പി ഒരു പെയിൻഫുൾ അനുഭവമേ അല്ല. അതൊക്കെ വെറും നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുള്ളൂ. കീമോ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വേദന ഉണ്ട് തുടങ്ങാം. പിന്നെയുള്ള വെച്ചാൽ ചിലരുടെ ഇമ്മ്യൂണിറ്റി, ഈ കീമോയുടെ ഇമ്മ്യൂണിറ്റി തന്നു ഇൻഫെക്ഷൻ ഉണ്ടാവുമോ അല്ലാതെ എവിടെയെങ്കിലും പഴുക്കുകയോ ഒക്കെ ചെയ്ത് ആ ഭാഗത്ത് വേദന ഉണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് പനി വരാം, അങ്ങനെയുള്ളൂ. അല്ലാതെ ഇത് ഈ കീമോതെറാപ്പി എന്ന് പറയുന്ന ഒരു പെയിൻഫുൾ അനുഭവമേ അല്ല. അതുപോലെ ആൾക്കാർക്കുള്ള ഒരു പേടിയാണ് കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ഛർദ്ദിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളവർ, ഈ സംശയമുള്ളവർ ഇനി ആ ക്യാൻസർ നമ്മുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരേ സമയം 10-60-70 പേര് കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏതെങ്കിലും ഒരു ബെഡിന്റെ സൈഡിൽ പോലും നമ്മുടെ കിഡ്നി ഡ്രൈ, അതായത് നമ്മൾ പെട്ടെന്ന് ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ വെറും എന്താ പറയണേ, ഈ ഒരു ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാത്രം. പണ്ട് തൊട്ടേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കീമോതെറാപ്പി എന്തെങ്കിലും അയ്യോ അങ്ങനെ മുടി പോകും എന്നുള്ളത് ഏത് മരുന്നാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് ആശ്രയിച്ചിരിക്കും. അപ്പൊ അതിന് നമ്മൾ പതിയെ പുതിയ മരുന്നുകൾ വന്നുകൊണ്ടിരിക്കും. അതനുസരിച്ച് ഇതിനെല്ലാം വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ മുടി പോയാലും നമുക്ക് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരും. അത് പെർമനന്റ് ഡാമേജ് അല്ല. അപ്പൊ അതുകൊണ്ട് അതിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പൊ നമ്മൾ ഇടുന്ന അണ്ടർവെയർസ് അല്ലെങ്കിൽ ബ്രാസ് അതൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ അത് ഇംപ്രോപ്പർ ആയിട്ട് ഇടുന്നോണ്ട് ബ്രസ്റ്റ് ക്യാൻസർ? അത് ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു സംശയമാണ്. അതായത് ടൈറ്റ് അണ്ടർ ഗാർമെന്റ്സ് അല്ലെങ്കിൽ വയേർഡ് ബ്രാ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ വരും. അതായത് എനിക്ക് തോന്നുന്നത് അത് 1995 അമേരിക്കയിൽ ഒരു ബുക്ക് ഇറങ്ങി, ഡ്രസ് ടു കിൽ എന്നും പറഞ്ഞു. അപ്പൊ ആ ബുക്കിന്റെ ആൾക്കാര് പറഞ്ഞു പരത്തിയ ഒരു സ്യൂഡോ സയൻസ് സംഭവമുണ്ട്. അതായത് ഈ ടൈറ്റ് അണ്ടർ ഗാർമെന്റ്സ് അല്ലെ വയേർഡ് ബ്രാ ഇടുമ്പോഴത്തേക്ക് ഈ ബ്രസ്റ്റില് ടൈറ്റ് ആയിട്ടിരിക്കുന്നത് അവിടെ നിന്നുള്ള ലിംഫാറ്റിക് ഫ്ലോ ഒബ്സ്ട്രക്റ്റഡ് ആവും. അപ്പം അതിൽ ഉള്ള ടോക്സിൻസ് എല്ലാം അവിടെ അടിഞ്ഞുകൂടും. പിന്നെ അത് ക്യാൻസർ ആയിട്ട് മാറും എന്നും പറഞ്ഞ് ഈ ബുക്കിന്റെ പ്രചാരകരാണ് അടിച്ചുവിട്ടത്. അതിനുശേഷം അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. അപ്പൊ അവർക്ക് മനസ്സിലായി ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. അപ്പോൾ അതങ്ങനെ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത് ഈ ടൈറ്റ് അണ്ടർ ഗാർമെന്റ്സോ വയേർഡ് ബ്രായോ ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസറിന് യാതൊരു ബന്ധവും ഇല്ല. പക്ഷേ ഈ ബുക്കിന്റെ പ്രചാരം ഇടയ്ക്കിടയ്ക്ക് അറിയില്ല. ഇതൊരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു ഈ ബുക്ക്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ ബുക്ക് പൊങ്ങി വരും. അപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ കയറി വരും. പിന്നെ നമ്മൾ വീണ്ടും ഇത് തെളിവായിട്ട് ഇറങ്ങേണ്ടി വരും. പറഞ്ഞു സോഷ്യൽ മീഡിയ ഒരുപാട് വീഡിയോസ് ഷോർട്സ് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് ഒരു ഡൗട്ട് വന്നു, ഇനി അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണോ? ആ ബുക്കിനെ തുടർന്നുള്ളതാണ്. ഡ്രസ് ടു കിൽ എന്നാണ് ബുക്കിന്റെ പേര്. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം. ഡ്രസ് ടു കിൽ അല്ലേ? അപ്പം അതായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, ഫുള്ളി നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണോ അതനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, ഇതൊക്കെയാണ്. ഇപ്പൊ എത്ര ഏജ് തൊട്ടാണ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതുകൊണ്ട്
പ്രത്യേകിച്ച് സ്ത്രീകള് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത് കാണുമ്പോഴും ഇപ്പൊ ഒരുപാട് പേർക്ക് നമ്മുടെ ഈ വീഡിയോ ഔട്ട് ആയതിനു ശേഷം ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പം എത്ര ഏജ് തൊട്ടാണ് നമ്മൾ ഇത് റെഗുലർലി ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്, എന്ത് ചെക്കപ്പ് ആണ് ഫസ്റ്റിൽ നടത്തേണ്ടത്, അതൊക്കെ ഒന്ന് പറയാമോ? നമ്മൾ ഏത് ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും നമ്മൾ ആ ഏജ് അഡ്വാൻസസ് ആണ് നമുക്ക് ഇത് സാധ്യത കൂടുന്നത്. അപ്പോൾ സാധാരണ നമ്മളൊരു 40 വയസ്സിന് ശേഷമുള്ളവർക്കാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്ന് വിചാരിച്ച് അതിന് താഴെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവില്ല എന്നല്ല. നമ്മളുടെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും നമ്മുടെ ഹാബിറ്റ്സ് മാറുന്നതുകൊണ്ടും ഈ 40 വയസ്സിനുള്ള താഴോട്ട് വരുന്നുണ്ട്. അതൊരു ഫാക്ടറാണ്. പക്ഷേ ഒരു സയന്റിഫിക് റീസൺസിൽ നമ്മൾ 40-ന് മുകളിലവരെയാണ് സ്ക്രീനിങ്ങിന് വിധേയമാക്കുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ 2 കാര്യങ്ങളാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വനിതകളെ പറഞ്ഞു കൊടുക്കുക. ഒന്ന് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, അത് 20 വയസ്സ് മുതൽ തുടങ്ങാം. ഞാൻ അതിനെക്കുറിച്ച് പറയാം. പിന്നെ രണ്ടാമത്തേത് മാമോഗ്രാം സ്ക്രീനിങ്. അപ്പോൾ ഈ മാമോഗ്രാം ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് 40 വയസ്സിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. എക്സ്റേ മാമോഗ്രാം ഇയർലി ചെയ്യണമെന്നുള്ളതാണ് അഡ്വൈസ്. അത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സിലൊരിക്കൽ. പിന്നെ സംശയമുണ്ടെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ്. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ഈ പറഞ്ഞ മുഴയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനെ ഈ പറഞ്ഞ വലിയ വലിയ ചികിത്സകളൊന്നും ഇല്ലാതെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ബേസിക് കാര്യം. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താണ് ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, എന്തുകൊണ്ടാണ് ഇത് നേരത്തെ തുടങ്ങുന്നത്? സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വനിത അവരുടെ തന്നെ അവയവത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിന് 20 വയസ്സ് തൊട്ടാണ് നമ്മൾ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അഡ്വൈസ് ചെയ്യുന്നത്. ഇതിന്റെ ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ബ്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡൈനാമിക് അവയവമാണ്. നേരത്തെ നമ്മൾ ഹോർമോണിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഓരോ ദിവസവും ഈ ബ്രസ്റ്റിന്റെ ഫീല് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നതിന് നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യണം. ഇപ്പൊ പീരീഡ് ഉള്ളവരാണെങ്കിൽ പീരീഡിന് ശേഷം 6-ാമത്തെ ദിവസം, 5-ാമത്തെ 6-ാമത്തെ ദിവസം ഒന്ന് ഫിക്സ് ചെയ്യാം. ഇനി യൂട്രസ് റിമൂവ് ചെയ്തവർ, പീരീഡ് നിന്നവർ, അല്ലെങ്കിൽ മെനോപോസ് ആയവർ, എന്തെങ്കിലും കാരണവശാൽ അവർ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഫിക്സ് ചെയ്യുക. ആ ദിവസം മാത്രം ചെയ്യുക. അത് നമ്മൾ മിസ്സായി പോയാൽ ആ മാസം പിന്നെ ചെയ്യണ്ട. അതിന് നമ്മുടെ അടുത്ത ഡേറ്റിൽ മതി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ നോക്കിയാൽ മുഴയുണ്ടെന്ന് തോന്നും, നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, അനാവശ്യമായിട്ട് പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ 2 കാര്യം സ്പെസിഫിക് ആയിട്ട് ബ്രസ്റ്റ് ഡൈനാമിക് അവയവമാണ്, ഈ ഡേറ്റ് ഫിക്സ്ഡ് ആയിട്ട് ചെയ്യണം. നമുക്ക് ആ ഡേറ്റ് ഫിക്സ് നോർമലി പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യമായിട്ട് വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാവും. അതാണ് ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ബേസിക്. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൈയുടെ 2 രീതിയിലാണ് നമ്മൾ. ഒന്ന് നമ്മൾ തൊട്ടുകൊണ്ട് നോക്കുക, അല്ലാതെ നമുക്ക് ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുക. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. കണ്ണാടിയുടെ മുമ്പിൽ നിന്നതിന് ശേഷം നമ്മുടെ ഡ്രസ്സ് മാറ്റിയതിന് ശേഷം നമ്മൾ കണ്ണാടി നോക്കുക. അപ്പോൾ നമുക്ക് നോട്ട് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ ബ്രസ്റ്റിന്റെ സൈസ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എവിടെയെങ്കിലും തടിപ്പുണ്ടോ, എന്തെങ്കിലും സ്കിന്നിന് ഞാൻ നേരത്തെ പറഞ്ഞ ഓറഞ്ച് അതുപോലെ എന്തെങ്കിലും സ്കിൻ ചേഞ്ചസ് ഉണ്ടോ, നിപ്പിൾ അകത്തേക്ക് വലിഞ്ഞിട്ടുണ്ടോ, നിപ്പിളിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ടോ, ഇത്രയും നോക്കുക. അതിനുശേഷം നമ്മുടെ കൈ 2ഉം കൂടെ ഈ ഹിപ്പിന്റെ അവിടെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റിന്റെ മസിൽ കൺട്രാക്ട് ചെയ്യും. അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ചേഞ്ചസ് എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ട് പരിശോധിക്കുന്നതാണ്. അത് നമ്മൾ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോഴോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ എപ്പോഴും നമ്മൾ ഇടതുവശത്തെ സ്ഥലം പരിശോധിക്കാനായിട്ട് വലത് കൈയും, ഇടതുവശത്തിന് വേണ്ടി വലത് കൈ ഉപയോഗിക്കുക. സെയിം കൈ ഉപയോഗിക്കരുത്. പിന്നെ ഫിംഗർ ടിപ്പ് ഉപയോഗിക്കരുത്. അപ്പൊ നമുക്ക് അറിയാലോ ഫിംഗർ ടിപ്പ് നല്ല സെൻസിറ്റീവ്. അപ്പൊ എവിടെ തൊട്ടാലും മുഴ പോലെ തോന്നും. അപ്പൊ നമ്മൾ ഇതിന്റെ ഉൾവശം ഉപയോഗിച്ച് വൃത്താകൃതിയിൽ നമ്മൾ ഈ ഒരു സൈഡ് നിപ്പിളേരിയുടെ ഭാഗം തുടങ്ങുക, റൗണ്ടായിട്ട് ഫുൾ എക്സാമിൻ ചെയ്യുക. എന്നിട്ട് ആ ബ്രസ്റ്റ് എന്ന് പറയുന്ന ചെസ്റ്റേ മാത്രമേ ഉള്ളൂ, കുറച്ച് ഭാഗം ആംബിറ്റിലേക്കുണ്ട്. കൈ പൊക്കിയതിനു ശേഷം ഈ കൈ കൊണ്ട് അകത്തേക്കും പരിശോധിക്കുക. അതിനുശേഷം ഈ നമ്മുടെ ഈ ക്ലാവിക്കലിന്റെ മുകളുണ്ടല്ലോ അവിടവും കൂടെ പരിശോധിക്കുക. അതിനുശേഷം നമ്മുടെ ഈ നിപ്പിളിന്റെ ഏരിയ നമ്മൾ അവിടെ നോക്കിയിട്ടില്ല, നമ്മൾ അതിന് ചുറ്റുമാണ് വട്ടത്തിൽ തുടങ്ങിയത്. പ്രസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിപ്പിളൊന്ന് പ്രസ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അതാണ്. അത് നമുക്ക് കുളിക്കുമ്പം ചെയ്യാം, നമുക്ക് പ്രൈവസി ഉണ്ട്. നമുക്ക് കിടക്കുമ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഈ പറഞ്ഞ കണ്ണാടി മുമ്പിൽ നിൽക്കാണ്ട് വീട്ടിൽ പ്രൈവസി ഇല്ലെങ്കിൽ കിടക്കുമ്പോൾ നമ്മളൊരു പില്ലോ എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് അതേപോലെ ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഉടനെ നേരെ അടി ആശുപത്രി പോകേണ്ട കാര്യമില്ല. അടുത്ത പ്രാവശ്യവും നമ്മൾ ഇത് ഈ ചേഞ്ച് ഫീൽ ചെയ്താൽ നമുക്ക് ഒരു ഡോക്ടറെ കണ്ട് പരിശോധിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. 40 വയസ്സിന് ശേഷമാണ് ഈ വക ചേഞ്ചസ് ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് മാമോഗ്രാം ചെയ്യാം. ഈ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഹൈ റിസ്ക് കാറ്റഗറി വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ 40 വയസ്സിന് മുമ്പ്
മാമോഗ്രാം ചെയ്യണം. ഓക്കെ. ഇതാണ് നമ്മൾ അസുഖം നേരത്തെ കണ്ടുപിടിക്കാനുള്ള വഴി. ഓക്കെ. ഇങ്ങനെ സെൽഫ് എക്സാമിൻ സ്വയം വീട്ടിലിരുന്ന് ചെയ്ത് ഡോക്ടറിനെ വന്ന് കണ്ട രോഗികളുണ്ട്? ഉണ്ട്, നിരവധി ആൾക്കാരുണ്ട്. ഉണ്ടല്ലേ? ആദ്യമൊന്നുമില്ല, ഇപ്പം നിരവധി ആൾക്കാർ വരാറുണ്ട്. ഓക്കെ. ചെറിയ മാമോഗ്രാം എടുക്കാൻ പോയി, അപ്പം കണ്ടുപിടിച്ചു. അപ്പോൾ അവർക്ക് നമ്മൾ കൈകൊണ്ട് പോലും നമുക്ക് തൊട്ടറിയത്തില്ല. നമ്മൾ അതിന്റെ ബയോപ്സി എടുക്കുന്ന അല്ലെങ്കിൽ സർജറി ചെയ്യുന്നത് നമ്മളൊരു പ്രത്യേക വയറൊക്കെ അവിടെ കയറ്റി വെച്ചിട്ടായിരിക്കും. കാരണം നമുക്ക് സർജറി ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാലോ, കാണണം അല്ലെങ്കിൽ തൊട്ട് നോക്കണം, അറിയാൻ പാടില്ലാത്ത. അപ്പൊ അത്ര ഏർലി സ്റ്റേജിൽ നമുക്ക് ഇപ്പൊ നമുക്കൊരു 20% ആൾക്കാർ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് മനസ്സിലായി ഇവർക്ക് ഈ പറഞ്ഞ ഈ അവയവ നഷ്ടമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെരി ഹെവി പരിപാടികളോ ഒന്നും ഇല്ലാതെ ചികിത്സിച്ച് നോർമലായിട്ട് പോകാൻ പറ്റും. അത് ആ മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഈ ഫോണ്, ഇപ്പം ലേഡീസ് ഒക്കെ ഫോൺസ് ഇപ്പൊ എല്ലാരും തന്നെ ഉപയോഗിക്കുന്നതാണ്. ഫോൺ പില്ലോയുടെ അടിയിൽ വെച്ചെടുക്കുക, അല്ലെങ്കിൽ ഫോൺ നമ്മൾ ഇങ്ങനെ ഒരു ചെസ്റ്റ് പൊസിഷനിൽ വെച്ച് കുറെ നേരം ഉപയോഗിക്കുക, റേഡിയേഷൻ, അതൊക്കെ സാധ്യതയുണ്ട് ബ്രസ്റ്റ് ക്യാൻസറിന്? അതും എഗെയിൻ ഒരു സോഷ്യൽ മീഡിയ പ്രചാരണം മാത്രമാണ്. അത് രണ്ടായിട്ട് പറയാം. അത് മൊബൈൽ ഫോൺ ഒരു ക്യാൻസറിനും സാധ്യത വർദ്ധിക്കുന്നില്ല. ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഈ പറഞ്ഞ ഇങ്ങനെ പിടിച്ച് ഫോൺ പറയുന്നത്, അത് ഒരു സോഷ്യൽ മീഡിയ മെസ്സേജ് ഉണ്ടായിരുന്നു 5 മീറ്റർ പിടിക്കണമെന്ന്. അതാണ് അതിന്റെ യൂസേഴ്സ് മാനുവലിൽ ഉണ്ടെന്നൊക്കെ. അതൊക്കെ അവർ വെറും സോഷ്യൽ മീഡിയ മെസ്സേജാണ്. ശരിക്കും ഇന്നുകൂടെ നോക്കിയാൽ അറിയാം, അത് 5 മീറ്റർ അല്ല, 5 മില്ലിമീറ്റർ ആണ്. അതാണ് അത്. ഈ ക്യാൻസർ സാധ്യത ഒന്നുമല്ല, ഒത്തിരി ചൂടാവാതിരിക്കാൻ വേണ്ടി 5 മില്ലിമീറ്റർ അകത്തി വെക്കാതെ അതേ ഉള്ളൂ അതിന്റെ. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ മൊബൈൽ ഫോണും ക്യാൻസറുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം, അതായത് അല്ലെങ്കിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ, മൊബൈൽ ഫോൺ ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന ഏത് റേഡിയേഷനാണ്? അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ DNA-ക്ക് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന റേഡിയേഷൻസിനാണ് നമ്മൾ അയണൈസിങ് റേഡിയേഷൻ പറയും. അത് എക്സ്റേ, ഗാമാറേ തുടങ്ങിയ ആ റേഡിയേഷനാണ്. അപ്പൊ നമ്മൾ പൊതുവെ ഈ മൊബൈലിലും എല്ലാത്തിനും നമ്മൾ റേഡിയേഷൻ എന്നാണ് ഉപയോഗിക്കുന്നത്. ആ വാക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ എനർജിയും, അപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ വിസിബിൾ ലൈറ്റ് ഉൾപ്പെടെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നാണ് പറയുക. അതൊരു സ്പെക്ട്രമാണ്. അതിൽ ഏറ്റവും കുറഞ്ഞ സൈഡിൽ അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ വേവ്സ് എന്ന് പറയും. മറ്റേ അറ്റം വരുന്നതാണ് ഈ എക്സ്റേ വേവ്സ്, ഗാമാ റേസ് ആണ്. അതിൽ ഈ എക്സ്റേസ്, ഗാമാ റേസ് ഡേഞ്ചറസ് ആണ്. ഈ റേഡിയോ വേവ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ലൈറ്റ് വരുന്നത്, വിസിബിൾ ലൈറ്റ്. അത് നമ്മൾ സ്ഥിരം അടിക്കുന്നല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് ക്യാൻസർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് വരുന്നില്ലോ. അതിലും താഴെയുള്ള സേഫ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ റേഡിയോ വേവ്സ്. ഈ റേഡിയോ വേവ്സ് ഉപയോഗിച്ചാണ് ഈ മൊബൈൽ ടവർ, മൊബൈൽ ഫോൺ എല്ലാം വർക്ക് ചെയ്യുന്നത്. അത് വളരെ സേഫ് ആണ്. നമുക്ക് ഒരു രീതിയിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ എന്നല്ല, ഒരു ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞപ്പോൾ പലരും പറയാറുണ്ട് ഈ പാന്റിന്റെ പോക്കറ്റിൽ പിള്ളേർ നടക്കുന്നതുകൊണ്ട് അവർക്ക് സ്പേം ഉണ്ടാവില്ല, ഇൻഫെർട്ടിൽ ഉണ്ടാവും. അതൊക്കെ വെറും തെറ്റിദ്ധാരണമാണ്. ഈ ബോഡീസിൽ ടാറ്റൂസ് അടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും, ഇപ്പം സ്ത്രീകളാണെങ്കിൽ ഒരുപാട് പേര് ചെസ്റ്റിന്റെ ഈ ഭാഗത്തൊക്കെ ടാറ്റൂസ് അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നെയിംസ്, കോട്ടിങ്സ്, അതൊക്കെ ഇപ്പൊ ടാറ്റൂ ഡൈയുമായിട്ട് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നതായിട്ട് ഇതുവരെ പ്രൂഫ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ടും നമുക്ക് പ്രശ്നമൊന്നും ഇല്ല. ഇപ്പൊ ഈ 40 സ്റ്റേജ് അല്ലെങ്കിൽ ഇപ്പം ഒരു 60 years ആയിട്ടുള്ള ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ ഇങ്ങനെ സ്ഥിരീകരിക്കുക 4th സ്റ്റേജ് ആണെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. കാരണം അവരുടെ ഏജും കൂടുതലാണ്, വേറെ കുറെ അസുഖങ്ങളുണ്ടാവും, ഇത് മാത്രമായിരിക്കില്ലല്ലോ. ഏജ് നമുക്കൊരു ഫാക്ടർ അല്ല. നമ്മൾ 90 yearsലുള്ളവരെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ചില നമ്മുടെ ഏജ്, ബയോളജിക്കൽ ഏജ്, അതായത് നമ്മുടെ നമ്പർ എന്ന് പറയും. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഏജ്, അതായത് എത്ര ആരോഗ്യം ഉണ്ടെന്നുള്ളതനുസരിച്ചാണ് നമ്മൾ സർജറി വേണോ വേണ്ടോ എന്നുള്ള കാര്യം നിശ്ചയിക്കുന്നത്. അതുപോലെ സ്റ്റേജ് 4 നമ്മൾ സർജറി ചെയ്യാറില്ല. ഒരു ബ്രസ്റ്റ് ക്യാൻസറിന് സ്റ്റേജ് 4 നമ്മൾ സർജറി ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പാലിയേറ്റീവ് ആയിട്ടുള്ള, അതായത് ഈ ബ്രസ്റ്റൊക്കെ ഒത്തിരി പഴുത്ത് പൊട്ടിയൊക്കെ ഇരിക്കുന്നവരുടെ ആ ഒരു ഡിസ്ട്രസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളതല്ലാതെ സ്റ്റേജ് 4 നമ്മൾ സർജറി ചെയ്യാറില്ല. കാരണം ക്യൂറേറ്റീവ് ആയിട്ടുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ സർജിക്കൽ ട്രീറ്റ്മെന്റിന് പോകാറുള്ളൂ. ഓക്കെ. ഇപ്പം ഡോക്ടറിന് അറിയാം സ്റ്റേജ് 4 ആണ്, ഇപ്പൊ ആൾ എത്രത്തോളം എത്ര ദിവസം കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ എത്ര മന്ത്സും കൂടെ ഉണ്ടാവും എന്നൊക്കെ ഡോക്ടറിന് അറിയാം. ഇതെങ്ങനെയാണ് ഡോക്ടർ ഒന്ന് പ്രസന്റ് ചെയ്യണമല്ലോ. ഇപ്പൊ ഫാമിലിയിൽ ഇപ്പൊ ആളോട് പറഞ്ഞില്ലേലും ആൾക്ക് 4th സ്റ്റേജ് ആണ്, ഇപ്പൊ വളരെ വൈകിപ്പോയി, നമുക്കൊന്നും ചെയ്യാൻ, ഡോക്ടറിനെ കൊണ്ട് എല്ലാം ചെയ്യുന്നതെല്ലാം എന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു, എന്നാലും നമ്മുടെ ഫാമിലിയോട് അല്ലെങ്കിൽ ആ മക്കളോടൊന്ന് പറയണം. അപ്പൊ ആ ഒരു പ്രോസസ് എങ്ങനെയായിരിക്കും? ഞാനത് പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് എന്ന് പറയും. അത് നമ്മുടെ ഒരു ട്രെയിനിങ് ആണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് അത് എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു പറഞ്ഞു തരാൻ പറ്റില്ല. നമ്മളതൊരു അസസ്മെന്റ് ആണ്. അതായത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ എന്തെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരുടെ എന്താണ് അവരുടെ ഇന്റലക്ച്വൽ ലെവല്, അവരുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് നമ്മളൊരു
നമ്മൾ വരുന്ന ഉടനെ ബ്ലൈൻഡ് ആയിട്ട് പറയുന്നില്ല, കയറി വരുന്ന നമുക്ക് റിപ്പോർട്ട് നോക്കുന്നതിനെ അറിയാൻ പറ്റും ഇത് സ്റ്റേജ് 4 ആണോ അല്ലയോ എന്നുള്ളത് മിക്കവാറുള്ള റിപ്പോർട്ട്. പക്ഷെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ, അവരുടെ വരുന്നവരുടെ സംസാരം, ഇതൊക്കെ അറിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ആ ഫസ്റ്റ് ഇതിൽ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം വീണ്ടും അവരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം. ചിലർ വളരെ ബോൾഡാണ്, അപ്പൊ അവർ തന്നെ പറയും എനിക്ക് ക്യാൻസർ ആണെന്ന് അറിയാം, ഇതിന്റെ സ്ഥിതി എങ്ങനെയാണെന്ന് പറയണമെന്ന് പറയും. ചിലരെ അറിയാം, നമുക്ക് അവർ കാണുമ്പോൾ തന്നെ അത് അവർ പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡിനയൽ റിലേഷൻ. അപ്പൊ നമുക്ക് ഓവർ എ പീരീഡ് ഒരു 2 അല്ലെ 3ാമത്തെ വിസിറ്റ് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന പോലെ പൊട്ടിക്കരച്ചിലൊന്നും ഉണ്ടാവത്തില്ല. അത് നമുക്ക് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് അതൊരു ആർട്ടാണ്. അതോ നമ്മളെന്താ പറയുന്നത്, അതൊരു ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ തന്നെത്താൻ അപ്പൊ മുമ്പിലിരിക്കുന്ന ആള് എങ്ങനെയുള്ളതെന്നനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് രീതിയിലാണത് അവതരിപ്പിക്കാൻ പോകുന്നുള്ളത്. നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും. അതെ, ഇപ്പൊ ഈ ക്യാൻസർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് രോഗം നിർണയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മൈൻഡ് പവർ, നമുക്കൊരു സ്ട്രെങ്ത്, ഒരു ബലം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിക്കവറിങ് ഭയങ്കര ഈസി ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം അയ്യോ ക്യാൻസർ വന്നു എന്നല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡും തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും. നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കുക, നമ്മളൊരു ഫൈറ്ററിനെ പോലെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ റിക്കവറി ഭയങ്കര ഈസിയാന്ന് പറയുന്നതിനോട് ഡോക്ടർ യോജിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അത് ശരിയാണ്. അത് ആസച്ച് ഡയറക്റ്റ് ഇമ്പാക്ട് ഒന്നുമില്ല, പക്ഷെ നമ്മുടെ എല്ലാം പോയി എന്നുള്ള ഇത് വരുമ്പോൾ നമുക്ക് നമ്മൾ ആ ചികിത്സയായിട്ട് സഹകരിക്കത്തില്ല. ഇതേതായാലും ഇനിയിപ്പോ മക്കള് പറഞ്ഞിട്ടല്ലേ, അവര് പറഞ്ഞിട്ടല്ലേ, ഭർത്താവ് പറഞ്ഞിട്ട്, ഭാര്യ പറഞ്ഞിട്ട് ചെയ്യുന്ന എന്നുള്ള മട്ടിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചികിത്സ ടോളറേറ്റ് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റി പോകും. പക്ഷെ ഇതും കടന്നു പോകും എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരെ നമുക്ക് ചികിത്സിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അവരുടെ റിക്കവറിയും ഫാസ്റ്റ് ആണ്. അതിന് സയന്റിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ, ബട്ട് ഇറ്റ്സ് ഫാക്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു റിക്കവറി ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഡോക്ടറിന്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ചികിത്സിച്ച് ഭേദം ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും എല്ലാവരും കുറേ പേര്, ഡോക്ടർ ദിവസേന ഒരുപാട് പേരെ കാണുന്നതാണ്, എന്നാൽ പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആരായിരിക്കും ഡോക്ടറിന്റെ ലൈഫിൽ ഭയങ്കര പോസിറ്റീവായിട്ട് ഇതിനെ കൈകാര്യം ചെയ്തതും? ഇപ്പൊ അങ്ങനെ നോക്കിയാൽ നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാവരും എനിക്കറിയാലോ, നമ്മളെ ചികിത്സ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ വഴിയിലൊക്കെ വെച്ച് പല ആൾക്കാരെയും പല അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ കാണാറുണ്ട്. അതായത് ഇപ്പോൾ അവർ നമ്മൾ ചികിത്സിച്ചാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ അവരൊന്ന് നമ്മളോട് സംസാരിക്കാൻ നമുക്കൊരു സന്തോഷം തോന്നും. പക്ഷേ ഒരു രസം തോന്നി, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരു പേഷ്യൻ്റ്, ആക്ച്വലി ഒരു പേഷ്യൻ്റ് അല്ല, അത് നമ്മളെന്തോ ഒരു അടുത്തിടെ ഞാനൊരു ഫംഗ്ഷൻ പോയി, ഒരു കുട്ടിയുടെ മാമോദീസയാണ്, ഞാൻ വേറെന്തോ ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ ഇതിനകത്തൊരു പങ്കെടുക്കേണ്ട ഒരു ഇത് വന്നതാണ്, നേരിട്ട് തന്നെ ഇൻവൈറ്റ് ചെയ്യല്ല. അപ്പം അവിടെ അപ്പം ചെന്നുകൊണ്ട് നമ്മൾ വിഷ് ചെയ്യുന്നു പറയുന്നു. അപ്പം ഈ കൊച്ചിൻ്റെ അമ്മ പറയുന്നു ഡോക്ടർ എന്നെ ചികിത്സിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഒരു പരിചയമില്ല, എന്ന് വെച്ചാൽ അതുപോലെ തന്നെ കുട്ടിയുണ്ട്. അപ്പം ഈ ക്യാൻസർ കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് കുട്ടിയുണ്ടായത് ഞാൻ സാധാരണ പേഷ്യൻസിനെ മറന്നു പോകാറില്ല, പക്ഷെ ഇതെങ്ങനെ ഞാൻ മറന്നു എന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ കിടന്ന് ടെൻഷൻ അടിക്കണ്ട, ഡോക്ടർ എന്നെയല്ല ചികിത്സിച്ച്, എൻ്റെ അമ്മയാണ് ചികിത്സിച്ച്. അതായത് നേരത്തെ ചോദിച്ചില്ലേ, ഈ കുട്ടി പ്രഗ്നന്റ് ആയിരുന്നപ്പം ഈ അമ്മയെ ചികിത്സിച്ചാണ് ഒരു 10-25 വർഷം മുമ്പ്. അപ്പൊ അന്ന് ഡോക്ടർ കൊടുത്ത ചികിത്സയൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്, ഞാൻ അന്നകത്തായിരുന്നു, അതുകൊണ്ട് പറഞ്ഞ ഡോക്ടർ കൺഫ്യൂഷൻ അടിക്കുന്നത്. അത് ശരിക്കും നമുക്കൊരു ഇതാണ്, ഒരു ഇതായിരുന്നു. പേഷ്യന്റ് കാര്യമല്ല, അതെ അതെ, ആ സമയത്ത് കുട്ടി ഉള്ളിലായിരുന്നല്ലോ അല്ലേ. അവരിങ്ങനെ അപ്പം അവിടെ വന്നപ്പോ അമ്മ പറഞ്ഞാണ് ഇതാണ് അന്ന്. അപ്പൊ അങ്ങനെയാണ് അറിഞ്ഞത്. അപ്പൊ വന്ന് പുള്ളിയൊന്നും നമ്മളെ ഒന്ന് പുള്ളി ചെയ്താ. അതെ അതെ. ഇനി എല്ലാവർക്കും ഉള്ള ഡൗട്ട്, ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് ഓപ്പറേഷൻ ചെയ്തു, ഇതെല്ലാം നോർമലി, അതിനുശേഷം ഇനി ഫോളോ അപ്പ് ചെയ്യണോ, ഇനിയും കണ്ടിന്യൂസ്ലി ഒരു 6 month ഗ്യാപ്പിൽ ടെസ്റ്റ് ചെയ്യണോ, മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണോ, അതെങ്ങനെയായിരിക്കും? അത് ഏർലി സ്റ്റേജ് ആണെങ്കിൽ പോലും നമ്മൾ ഒരു ട്രീറ്റ്മെന്റ്, ഒരു ഫോളോ അപ്പ് പ്രോട്ടോകോൾ ഉണ്ട്. അത് നമ്മൾ ആദ്യത്തെ കാര്യങ്ങളിൽ 3 monthly ആയിരിക്കും. പിന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളതൊരു 4 month ആക്കും, 6 months ആക്കും. എങ്ങനെയാണെങ്കിലും നമുക്കൊരു 5 വർഷം ഈ ഒരു ഫോളോ അപ്പ് നിൽക്കണം. കാരണം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓപ്പോസിറ്റ് ബ്രസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക്, ഈ ഒരു ബ്രസ്റ്റ് വന്നത്, അത് നോക്കണം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഈ 98% ക്യൂറബിൾ ആണെങ്കിലും 2% ഉണ്ട് നമ്മുടെ അടുത്ത് ക്യൂർ ഇല്ലാത്ത. അപ്പൊ അതാരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അറിയത്തില്ലല്ലോ അതാരാന്ന്. അപ്പൊ ഫോളോ അപ്പ് എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മൾ ഏത് ഡോക്ടർ എല്ലാ മന്ത്ലി ഇല്ല, അല്ല ആദ്യത്തെ കാലത്ത് ഒരു once in 3 months ആയിരിക്കും. പിന്നെ അത് നീട്ടും, once in 4 months അല്ലെ 5 months ആവും, പിന്നെ 6 months ആവും, ഇയർലി ആവും. ഫോളോ അപ്പ് ആവശ്യമാണ്. അതാ ഡോക്ടർ നമ്മുടെ അസുഖത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബയോളജിക്കൽ ബിഹേവിയർ, നമ്മുടെ സ്റ്റേജ്, നമ്മുടെ ആരോഗ്യം, ഇതൊക്കെ അനുസരിച്ച് ഡോക്ടർ തന്നെ പറയും. ഇപ്പൊ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പൊ എന്താ പറയാ, നേരത്തെ വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ഈ ലൈഫ് സ്റ്റൈൽ എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി, ജിമ്മിൽ പോകുന്ന
പോകുന്നുണ്ട്, അങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, മദ്യപാനമില്ല, പുകവലിയില്ല, ഒന്നുമില്ല. ഇപ്പൊ ലേഡീസിന്റെ കാര്യത്തിലായാലും ഇതൊന്നും ചെയ്യാത്ത വ്യക്തികൾക്കും ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്? അത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. പലപ്പോഴും ഞാൻ ഉത്തരം പറയേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഏത് അസുഖത്തിനും 2 ആസ്പെക്റ്റ് ആണുള്ളത്. ഒന്ന്, നമുക്ക് ഇൻഹറന്റ് ആയിട്ടുള്ള നമ്മുടെ ജനറ്റിക് ജീനിന്റെ ഹെൽത്ത്. അത് ചിലർ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കത്തില്ല. അതിപ്പോ അതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ജീൻ ഉണ്ടാവും. അതുപോലെ തന്നെ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നതാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഡയറ്റ്, നമ്മുടെ ഹാബിറ്റ്സ്, അതായത് സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ. ഇതെല്ലാം നമ്മുടെ കയ്യിലിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ഒരു കാറെ പോന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞ് ആക്സിഡന്റ് ഉണ്ടായി, ഒരേ ഗ്രാവിറ്റി ആക്സിഡന്റ് ഉണ്ടായി, സീറ്റ് ബെൽറ്റ് ഇട്ട ആളും ചിലപ്പം ആക്സിഡന്റ് സിവിയർ ആണെങ്കിൽ മരിച്ചു പോകും. പക്ഷേ സീറ്റ് ബെൽറ്റ് ഇടാത്തവൻ എന്നാണേലും മരിച്ചു പോകും. അപ്പൊ അതുപോലെ ഉള്ളൂ ഈ നമ്മൾ ഈ പറഞ്ഞ ഈ വക കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കുറച്ചുകൂടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കൊരു തോക്ക് തരികയാണ്, അത് ലോഡഡ് ആണ്, അതാണ് നമ്മുടെ ജീൻ. അത് നമ്മുടെ കൈയുടെ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു എന്ന് വിചാരിച്ച് നമുക്കൊന്നും സംഭവിക്കണമെന്നില്ല. പക്ഷെ അതിന്റെ ട്രിഗർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഹാബിറ്റ്സ്. അത് നമ്മളാണ് തീരുമാനിക്കുന്നത്, വലിക്കണോ വേണ്ടതെന്ന്. അല്ലെങ്കിൽ അത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല, അതങ്ങ് പോകും. അതാണ് ഇതിന്റെ ഒരു ഉത്തരം. ഇപ്പം ഞാൻ നേരത്തെ ഒരു ടോപ്പിക് ആയിരുന്നു ഹീമോ, ഞാൻ ചോദിച്ച പോലെ തന്നെ അത് കിഡ്നി ഫെയിലിയർ ആക്കും, അങ്ങനെ കുറച്ച് ഒരു തെറ്റിദ്ധാരണകൾ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് സമൂഹത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഹീമോ ചെയ്ത് പിന്നെ കിഡ്നീനെ എഫക്ട് ചെയ്യും, പിന്നെ കിഡ്നി ഒരെണ്ണം ഫെയിലിയർ ആക്കും, അങ്ങനത്തെ ഒക്കെ. അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് മോഡേൺ മെഡിസിൻ, അത് ഇൻക്ലൂഡിങ് കീമോതെറാപ്പി, ഏത് മരുന്നാണെങ്കിലും നമുക്ക് അതിന് എല്ലാത്തിനും ആക്ഷൻസ് ഉണ്ട്, ഗുണഫലമുണ്ട്, അതുപോലെ തന്നെ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, പാർശ്വഫലങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ മരുന്നുകൾ ഏതൊക്കെ അവയവത്തിനാണ് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അതിനനുസരിച്ച് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാനുള്ള സംവിധാനമുണ്ട്. കീമോതെറാപ്പി മരുന്നുകൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കൊടുക്കുന്ന എക്സ്പെഷ്യലി ഡയറക്റ്റ് നെഫ്രോടോക്സിക് ആയിട്ടുള്ള മരുന്നുകളൊന്നുമില്ല. വേറെ അസുഖത്തിന് കൊടുക്കുന്ന ചില മരുന്നുകളുണ്ട്, നെഫ്രോടോക്സിക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പരിധി കഴിയുമ്പോൾ അതിൽ ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന മിക്കവാറും മരുന്നുകൾ കിഡ്നി ഉപദ്രവിക്കുന്ന മരുന്നുകളല്ല. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ 40+ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആയിട്ട് 20+ ഏജ് ആയിട്ടുള്ളവരും ബ്രസ്റ്റ് ക്യാൻസറിൽ ചികിത്സിക്കാൻ ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു 18 ഇയേഴ്സ് തൊട്ടുണ്ട്. 18 ഇയേഴ്സ് അതൊക്കെ സ്പൊറാഡിക് ആയിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ 20 വയസ്സ് തൊട്ട് ആരംഭിക്കണം, എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ. കാരണം ഈ മാമോഗ്രാം നമുക്ക് യങ് ആയിട്ട് നമ്മുടെ അറിയാലോ, അതിന്റെ ബേസിക്കലി ഇത് ഒരു എക്സ്റേ എടുക്കുക. അപ്പൊ നമ്മുടെ ബ്രസ്റ്റിന്റെ അകത്ത് ഫൈബ്രസ് ടിഷ്യൂ ഉള്ള സമയമാണ് ഈ 40 വയസ്സ് എന്ന് പറയുന്നത് വരെ. നമുക്ക് നമ്മുടെ ഈ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടി ഡക്റ്റ് എല്ലാം ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സ്റേ എടുത്താലും വലിയ കാര്യമായിട്ടൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് 40 വയസ്സ് കഴിഞ്ഞ് ചെയ്യണമെന്ന് പറയുന്നത്. അതിന് മുമ്പുള്ളവർക്ക് നമ്മൾ അൾട്രാസൗണ്ട് വെച്ചാണ് പരിശോധിക്കുക. ഇപ്പം അപ്പൊ ഈ 18 ഈ അവയർനെസ്, ഇപ്പൊ ഒക്ടോബർ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ആണല്ലോ. അപ്പം എന്തൊക്കെ രീതിയിലാണ് ഇപ്പം ഡോക്ടർ ആണെങ്കിലും കാരിത്താസ് ഹോസ്പിറ്റലിലാണ് അല്ലെ, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, സീനിയർ സർജൻ ആണ്. അപ്പം എന്തൊക്കെ അവയർനെസ് ആണ് ഈ ഒരു ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നത്? ബേസിക്കലി അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അവയർനെസ് പ്രോഗ്രാംസ് ആണ്. അത് വിവിധ സ്കൂളുകൾ, കോളേജുകളെ കേന്ദ്രീകരിച്ചാണ്. കാരണം നമ്മൾ പ്രായമായവരിൽ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, പക്ഷെ യങ്സ്റ്റേഴ്സിന്റെ അടുത്തേക്ക് മെസ്സേജ് കൊടുക്കുക. അപ്പൊ അവര് കൂടുതൽ അറിഞ്ഞ് പോകുമ്പോഴത്തേക്കും അടുത്ത തലമുറയാകുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ എത്താൻ പറ്റുന്നുള്ളൂ. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് നമ്മൾ വെച്ചാൽ മാമോഗ്രാം ആണ്. ഈ 40 ഇയേഴ്സ് കഴിഞ്ഞവരെ ഫ്രീ മാമോഗ്രാംസ് ഉണ്ട്, സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റിലുള്ള മാമോഗ്രാംസ് ഉണ്ട്. മാമോഗ്രാം ചെയ്യിപ്പിക്കുക. പിന്നെ ഒരു ഫ്രീ മാമോഗ്രാം കാരിത്താസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഒരു മാമോഗ്രാം വാനുണ്ട്. ആ മാമോഗ്രാം വാൻ ഗ്രാമങ്ങളിൽ പോയി, അതായത് നമ്മുടെ അവിടെ വന്ന് എടുക്കാൻ പറ്റത്തില്ലാത്തവർക്ക് മാമോഗ്രാം അവിടെ പോയി എടുക്കും. അത് കംപ്ലീറ്റ്ലി ഫ്രീയാ. അത് ആ കാരിത്താസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാന ആക്ടിവിറ്റീസ്. പിന്നെ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ വഴി പറ്റുന്ന രീതിയിൽ കഴിയുന്നത്ര ആൾക്കാർക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഞാൻ മാത്രമല്ല അവിടെ ഉള്ള ബാക്കിയുള്ള ഡോക്ടേഴ്സും ഇത് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ വിവിധ മീഡിയകളിൽ കൂടി ഈ മെസ്സേജസ്
പകരുന്നുണ്ട്. ഇപ്പം പണ്ടത്തെ അപേക്ഷ പണ്ടായിരുന്നു കുറച്ചും കൂടെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡോക്ടേഴ്സിനെ പോലുള്ള എല്ലാ ഡോക്ടറും ഇങ്ങനെ അവയർനെസ് ഒക്കെ കൊടുത്ത് പല ക്ലാസ്സുകളും ഒരുപാട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇപ്പൊ അത് ഒരു പേടിയായിട്ടും ആരും കാണുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിരുന്നില്ല. അതൊരു നോർമലി ഒരു രോഗം തന്നെയായിട്ടാണ് ഇപ്പൊ എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡോക്ടറിനും തോന്നിയിട്ടുണ്ടോ? മാറി വരുന്നുണ്ട്. പേടി മാറണം. പേടി മാറിയാലേ, നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇവർ ആശുപത്രി പോകാത്തത്, ഇത് പോയാൽ പ്രശ്നമാവോ, എന്നെ ഇപ്പൊ ഞാൻ അവിടെ ചെന്ന് പരിശോധിച്ചാൽ ഇത് ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ടാണ് പലരും പോകാത്തത്. അല്ലെ ഇത് ഡയഗ്നോസ് ചെയ്താൽ എന്റെ ലൈഫിന്റെ എൻഡ് ആകുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. അത് മാറ്റുക എന്നുള്ളതൊക്കെയാണ് ഈ നമ്മുടെ ഈ ആൾക്കാർക്ക് യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്ത് ഈ സ്യൂഡോ സയൻസ് പ്രചാരകരുടെ തട്ടിപ്പിൽ വീഴാതെ ജനങ്ങളെ രക്ഷിക്കുക. അതെ, ഇപ്പൊ എല്ലാവർക്കും അവരെന്താ പറയാ, ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ക്യാൻസർ ഫൈറ്റർ എന്ന് പറയുന്നത് ട്രീറ്റ് ചെയ്യാം, ചെയ്താൽ ഭേദമായി നോർമൽ ലൈഫിലേക്ക് പോകാം എന്നുള്ള ഒരു അവയർനെസ് സമൂഹത്തിലുണ്ട് ഇപ്പം. അതെ, ഇപ്പൊ ഡോക്ടർ നേരത്തെ ബ്രസ്റ്റ് കൺസർവേഷൻ അങ്ങനെ ഒരുപാട് മെത്തേഡ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു സർജറി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് തന്നെയാണോ? എന്നെ പോലെയുള്ള സർജിക്കൽ ഓങ്കോളജി, അതായത് ക്യാൻസർ സർജന്മാരെല്ലാവരും ബ്രസ്റ്റ് കൺസർവേഷൻ സർജറീസ് ആയിരിക്കും ചെയ്യുക. എങ്കിലും പല പല സ്ഥലങ്ങളിൽ ഇതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തടത്ത് ഈ മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റക്ടമി, അതായത് ബ്രസ്റ്റ് റിമൂവൽ ആയിരിക്കും കൂടുതലും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഒരുപാട് സന്തോഷം എനിക്ക് ഡോക്ടറായിട്ട് സംസാരിക്കാൻ പറ്റിയതില്. ഒരുപാട് കാര്യങ്ങൾ എന്റേതായ രീതിയിൽ എനിക്ക് ചോദിക്കാൻ പറ്റി. കാരണം പുറത്തുനിന്ന് കാണുമ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഡൗട്ട്സ് ആണ് എങ്ങനെയാണെന്ന്. അപ്പം ഡോക്ടറിനെ ഇന്റർവ്യൂ എടുക്കുന്നതിന് മുന്നേ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്കും തോന്നി ഒരുപാട് ഡൗട്ടുകൾ. കാരണം നമ്മൾ ഗൂഗിളും അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ വെക്കുമ്പോൾ ഓക്കെ ഇങ്ങനെയാണോ എന്ന്. അപ്പൊ സത്യത്തിൽ എനിക്കും ഭയങ്കര എന്താ പറയാ, പുതിയ അറിവുകളായിരുന്നു. കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. നമുക്ക് ദൈവം തന്നൊരു ലൈഫാണ്. അപ്പൊ ആ ഒരു ലൈഫ് എത്രത്തോളം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ ഡോക്ടറിനെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴാണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഒക്ടോബറിൽ, ഈ ഒരു പിങ്ക് മന്ത് അല്ലേ, ഡോക്ടറിനെ പോലെയുള്ള എന്താ പറയാ ഒരുപാട് ജീവനുകളെ രക്ഷിച്ചിരിക്കുന്ന ഡോക്ടറിനായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെയും ഞങ്ങളുടെ ചാനലിൽ വരിക, പിന്നെയും നമുക്ക് കണ്ടുമുട്ടാം. അപ്പൊ താങ്ക് യു സോ മച്ച്. Let's celebrate life. അതെ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്.